നമസ്കാരം. ന്യൂസ് 8 എല്ലാ പ്രേക്ഷകർക്കും വിശുദിനാശംസകൾ. ഇതുവരെയുള്ള വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി പകൽ വാർത്ത ആരംഭിക്കുകയാണ്. നോക്കാം പ്രധാന വാർത്തകൾ. ഏക സിവിൽ കോഡും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും നടപ്പാക്കുമെന്ന് ബിജെപി പ്രകടന പത്രിക. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും. വനിതാ സംവരണം നടപ്പാക്കുമെന്നും വാഗ്ദാനം. മോദിയുടെ ഗ്യാരണ്ടിയിൽ പത്രിക പുറത്തിറക്കി പ്രധാനമന്ത്രി. പ്രധാനമന്ത്രി ഇന്ന് കേരളത്തിലെത്തും. രാഹുൽ നാളെ വയനാട്ടിലേക്ക്. പ്രചാരണം അവസാന ലാപ്പിൽ. വിഷുദിനത്തിൽ വോട്ടുറപ്പിച്ച സ്ഥാനാർത്ഥികൾ. സംസ്ഥാനം പോളിംഗ് ബൂത്തിലെത്താൻ ഇനി 12 ദിവസം. അശാന്തമായി പശ്ചിമേഷ്യ. ഇസ്രായേലിന് നേരെ ഡ്രോൺ ആക്രമണം നടത്തി ഇറാൻ. വലിയ വില നൽകേണ്ടി വരുമെന്ന് ഇസ്രായേൽ. സംയമനം പാലിക്കണമെന്ന് ഐക്യരാഷ്ട്രസഭ. രമ്യമായ പരിഹാരം കണ്ടെത്തണമെന്ന് ഇന്ത്യ. ഇറാൻ ഇസ്രായേൽ യുദ്ധ സാഹചര്യം നിരീക്ഷിച്ച വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ പിടിച്ച കപ്പലിലെ മലയാളികൾ അടക്കമുള്ള ഇന്ത്യക്കാർ സുരക്ഷിതർ. മോചന ശ്രമം ശക്തമാക്കി കേന്ദ്ര സർക്കാർ. ഇരു രാജ്യങ്ങളിലെ ഇന്ത്യക്കാർ എംബസിയുമായി ബന്ധപ്പെടണമെന്ന് വിദേശകാര്യ വകുപ്പ്. വിഷുവിന വരവേറ്റ് മലയാളം. വിഷുകണി കണ്ടും കൈനീട്ടം കൊടുത്തും മലയാളികൾ. അമ്പലങ്ങളിൽ വൻ ഭക്തജന തിരക്ക്. ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി. या फिर तमिलनाडु में नव वर्ष पुथांडु सबको शुभकामनाओं का दौर चल रहा है. പൊന്നാനിയിൽ വൻ കവർച്ച. അടച്ചിട്ട വീട്ടിൽ നിന്ന് 350 പവൻ കവർന്നു. വീടിന് പുറകുവശത്തെ ഗ്രിൽ പൊളിച്ച നിലയിൽ. പോലീസ് അന്വേഷണം ആരംഭിച്ചു. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ഒരു യുദ്ധത്തിന്റെ നൊമ്പരം നമ്മെ വിട്ടുമാറും മുൻപ് ലോകം വീണ്ടും യുദ്ധഭീതിയിലാണ്. നാളുകൾ നീണ്ട പരസ്പര പ്രകോപനത്തിനൊടുവിൽ ഇസ്രായേലിന് നേരെ ഇറാൻ വ്യോമാക്രമണം നടത്തി. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. 20 കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ വഹിക്കാൻ ശേഷിയുള്ള ഡ്രോണുകളാണ് ഇറാൻ ആക്രമണത്തിന് ഉപയോഗിച്ചത്. കഴിഞ്ഞയാഴ്ച സിറിയൻ തലസ്ഥാനമായ ഡമാസ്കസിലെ ഇറാൻ എംബസിക്ക് നേരെ ഇസ്രായേൽ ആക്രമണം നടത്തിയതിന്റെ പ്രത്യാക്രമണമാണ് ഇന്ന് പുലർച്ചെ നടന്നത്. തങ്ങളെ ആരാക്രമിച്ചാലും അവർ അതിന്റെ തിക്തഫലം അനുഭവിക്കുമെന്ന് ഇസ്രായേലി പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു പ്രതികരിച്ചു. ഇരു രാജ്യങ്ങളും സംയമനം പാലിക്കണമെന്നാണ് ഐക്യരാഷ്ട്ര സംഘടന ആവശ്യപ്പെട്ടത്. നോക്കാം കൃഷ്ണേന്ദുവിന്റെ റിപ്പോർട്ട്. ഈ മാസം ആദ്യം സിറിയൻ തലസ്ഥാനമായ ഡമസ്കസിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കിയിരുന്നു. ഏപ്രിൽ 1 ആക്രമണത്തിൽ 2 ജനറൽമാർ ഉൾപ്പെടെ 13 പേർ കൊല്ലപ്പെട്ടിരുന്നു. ഈ ആക്രമണത്തിന് ഒരു തിരിച്ചടി ഏത് നിമിഷവും ഉണ്ടായേക്കാമെന്ന് അമേരിക്ക ഉൾപ്പെടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇസ്രായേൽ സജ്ജമായിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ജെറുസലേം അടക്കം പ്രധാന നഗരങ്ങളിലെല്ലാം റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് ആദ്യ ആക്രമണം ഉണ്ടായത്. ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ആക്രമണം. ഇസ്രായേലിലെ പ്രത്യേക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകളും മിസൈലുകളും ഇറാൻ തൊടുത്തത്. ലക്ഷ്യത്തിൽ എത്തും മുന്നേ തന്നെ ഇറാനിന്റെ ഈ ഡ്രോണുകളും മിസൈലുകളും മറ്റും സൈന്യം നിർവീര്യമാക്കി എന്നാണ് അവകാശപ്പെടുന്നത്. കാര്യമായ നാശനഷ്ടങ്ങൾ ഒന്നും തന്നെ സംഭവിച്ചതായി റിപ്പോർട്ടുകളൊന്നുമില്ല. എന്നാലും 10 വയസ്സുള്ള ഒരു കുട്ടിക്ക് പരിക്കേറ്റു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ആക്രമണത്തെ തുടർന്ന് ജോർദാൻ, ഇറാഖ്, ലെബനൻ തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യോമപാത താൽക്കാലികമായി അടച്ചു. ഇറാൻ തൊടുത്തുവിട്ട ഡ്രോണുകളുടെയും മിസൈലുകളുടെയും 99% തകർത്തതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിട്ടുണ്ട്. ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ഇറാൻ ആഹ്ലാദ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്.
ഇനി പ്രകോപനമുണ്ടായാൽ മാത്രമാണ് തിരിച്ചടി എന്നാണ് ഇറാനിന്റെ ഒടുവിലത്തെ പ്രതികരണം. ഇസ്രായേൽ എങ്ങനെ പ്രതികരിക്കുന്നു, എത്രമാത്രം ശക്തമായി തിരിച്ചടിക്കുന്നു എന്നാണ് ലോകരാജ്യങ്ങൾ നോക്കിയിരിക്കുന്നത്. തീർച്ചയായും അടുത്തത് എന്താണ് എന്ന ഭീതിയിലാണ് ലോകം. ഇസ്രായേലിന് നേരെയുള്ള ആക്രമണത്തെ അപലപിച്ച് ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസ് രംഗത്തെത്തിയിട്ടുണ്ട്. പശ്ചിമേഷ്യയ്ക്കോ ലോകത്തിനോ ഇനിയൊരു യുദ്ധം താങ്ങാനാകില്ലെന്നും ഗുട്ടറസ് പറയുന്നുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹു ജോ ബൈഡനുമായി സംസാരിച്ചു. ഇസ്രായേലിന് നേരെ ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തിയ പശ്ചാത്തലം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നാഷണൽ സെക്യൂരിറ്റി സ്റ്റാഫുമായി ചർച്ച ചെയ്തു. ഇറാന്റെ ഏത് ആക്രമണത്തെയും ചെറുക്കാൻ ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ബൈഡൻ യോഗത്തിൽ പറഞ്ഞു. യുഎസ് പ്രതിരോധ സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിൻ ഇസ്രായേലി പ്രതിരോധ മന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഇസ്രായേലിനുള്ള അമേരിക്കൻ പിന്തുണ ലോയിഡ് ഓസ്റ്റിൻ അറിയിച്ചു. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ജെയ്ക്ക് സള്ളിവനും ഇസ്രായേലി ദേശീയ സുരക്ഷാ തലവനുമായി സംസാരിച്ചിട്ടുണ്ട്. ഇസ്രായേലിന്റെ സുരക്ഷയ്ക്ക് അമേരിക്ക പ്രത്യേക പ്രാധാന്യം നൽകുന്നതായി അദ്ദേഹം അറിയിച്ചു. ഡിലാവറിലെ ബീച്ച് ഹൌസിലേക്കുള്ള വാരാന്ത്യ യാത്ര റദ്ദാക്കി മടങ്ങിയെത്തിയാണ് ബൈഡൻ യോഗം വിളിച്ചത്. ഇസ്രായേൽ പൌരന്റെ ഉടമസ്ഥതയിലുള്ള കപ്പലിലെ മലയാളികൾ അടക്കമുള്ള 17 ഇന്ത്യക്കാർ സുരക്ഷിതരാണ്. ഇവരെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ ഇന്ത്യ ഊർജിതമാക്കി. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിക്കാണ് നടപടികളുടെ മേൽനോട്ട ചുമതല. ദൂതൻ വഴിയുള്ള ആശയവിനിമയവും കപ്പൽ കമ്പനിയും തുടങ്ങി. സീരീസ് എന്ന കപ്പലാണ് ഫോർമുസ് കടലുടുക്കിൽ വെച്ച ഇറാൻ സൈന്യം പിടിച്ചെടുത്തത്. ഇറാൻ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇസ്രായേലിലുള്ള എല്ലാ ഇന്ത്യക്കാരും രജിസ്റ്റർ ചെയ്യണമെന്ന് എംബസിയിൽ അറിയിച്ചു. യുദ്ധ സാഹചര്യം ഒഴിവാക്കണമെന്നും നയതന്ത്ര ചർച്ചകളിലൂടെ രമ്യമായ പരിഹാരം കണ്ടെത്തണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകൾ നോക്കാം. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ബിജെപിയുടെ പ്രകടന പത്രിക പുറത്തിറക്കി. ബിജെപി ആസ്ഥാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അധ്യക്ഷൻ ജെ.പി. നദ്ദ എന്നിവർ ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. മോദിയുടെ ഗ്യാരണ്ടി എന്ന ആശയത്തിലൂന്നിയാണ് പ്രകടന പത്രിക. 14 ഭാഗങ്ങളുള്ള പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ബിജെപിയുടെ അടിസ്ഥാന ആശയങ്ങളിലൂന്നിയും സാധാരണക്കാരുടെ വോട്ട് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രകടന പത്രികയാണ് ബിജെപി പുറത്തിറക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. പ്രധാനമായും പറയുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യാറുള്ളൂ. ഇതുവരെയും പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ തങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണ വികസന രേഖയാണ് ഇത്തവണത്തെ പ്രകടന പത്രിക. സങ്കൽപ് പത്ര എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത്. ഒപ്പം തന്നെ മലയാളികൾക്ക് വിഷു ആശംസ നേർന്നുകൊണ്ടാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. പ്രധാനമായും രാജ്യത്ത് ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കും, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, അതുപോലെ വനിതാ സംവരണ ബിൽ നടപ്പാക്കും, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ നികുതി കുറയ്ക്കും, വന്ദേ ഭാരത് ട്രെയിനുകൾ കൂടുതലായി അനുവദിക്കും, ബുള്ളറ്റ് ട്രെയിനുകൾ കൊണ്ടുവരും, 6G സാങ്കേതിക വിദ്യ കൊണ്ടുവരും തുടങ്ങിയവയാണ് പ്രധാനപ്പെട്ട പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ. ജനപ്രിയ പ്രധാനമന്ത്രിയുടെ ബിജെപിയുടെ കഴിഞ്ഞ ടേമുകളിൽ നടപ്പാക്കിയ ജനക്ഷേമ പദ്ധതികളും പ്രധാനമായും ഈ പ്രകടന പത്രികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മുദ്രാ ലോൺ 10 ലക്ഷത്തിൽ നിന്ന് 20 ലക്ഷമാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ദരിദ്ര വിഭാഗങ്ങൾക്ക് 3 കോടി വീട് നിർമ്മിച്ചു നൽകും. റേഷൻ, വെള്ളം എന്നിവ അടുത്ത 5 വർഷത്തേക്ക് സൗജന്യമായി നൽകും. ലോകമാകെ രാജ്യാന്തര രാമായണോത്സവം നടത്തും. സമ്പൂർണ്ണ രാഷ്ട്ര വികസന രേഖയാണ് നടപ്പാക്കുന്നത് എന്നാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ലാഖ്പതി ദീദി പദ്ധതി 3 കോടി ജനങ്ങൾക്കായി വിപുലീകരിക്കും. അഴിമതിക്കാർക്കെതിരെ കൂടുതൽ കർശന നടപടി സ്വീകരിക്കും. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കിയിട്ടുണ്ട്. വാതക പൈപ്പ് ലൈൻ എല്ലാ വീടുകളിലും എത്തിക്കും. വൈദ്യുതി ബിൽ കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കും. പുരപ്പുറ സോളാർ പദ്ധതി വ്യാപകമാക്കും. പ്രധാനമന്ത്രി ആവാസ് യോജന വഴി 3 കോടി വീടുകൾ നിർമ്മിക്കും എന്നിവയാണ് പ്രധാനപ്പെട്ട പദ്ധതികൾ. ട്രാൻസ്ജെൻഡറുകൾക്ക് വേണ്ടിയും ഈ പ്രകടന പത്രികയിൽ ഇടം നൽകിയിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറുകളെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തും. ഭിന്നശേഷിക്കാർക്ക് PM ആവാസ് യോജന വഴി വീടുകൾ നിർമ്മിച്ചു നൽകും എന്നും പ്രകടന പത്രികയിലെ വാഗ്ദാനമാണ്. ഏതായാലും കഴിഞ്ഞ തവണകളിൽ പറഞ്ഞതുപോലെ രാമക്ഷേത്രം, അതുപോലെ തന്നെ പൗരത്വ നിയമ ഭേദഗതി തുടങ്ങിയവയായിരുന്നു നേരത്തെ BJP പ്രകടന പത്രികയിൽ വാഗ്ദാനമായി പറഞ്ഞത്.
പറയുന്നത്. അതെല്ലാം തന്നെ നടപ്പാക്കിയ പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വരുന്ന സമയത്തും ഇപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നടപ്പാക്കും എന്നാണ് പറയുന്നത്. ബിജെപിയുടെ അടിസ്ഥാന ആശയങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് സാധാരണക്കാരുടെ വോട്ട് ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു പ്രകടന പത്രികയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ചും അധികാരത്തിൽ തിരിച്ചെത്തും എന്ന ഒരു ആത്മവിശ്വാസം തുളുമ്പുന്ന രീതിയിൽ തന്നെയാണ് ഇത്തവണത്തെ ബിജെപിയുടെ പ്രകടന പത്രിക. कि 70 वर्ष की आयु से ऊपर के हर बुजुर्ग को आयुष्मान योजना के दायरे में लाया जाएगा। सत्तर साल के ऊपर के हर बुजुर्ग, चाहे वो गरीब हो, चाहे मध्यम वर्ग के हो, चाहे उच्च मध्यम वर्ग के हो, ये एक नया दायरा होगा जिनको 5 लाख रुपए तक के मुफ्त इलाज की सुविधा मिलेगी। साथियों, भाजपा सरकार ने गरीबों को 4 करोड़ पक्के घर बनाकर दिए हैं। अब जो अतिरिक्त जानकारियां राज्य सरकारों से मिल रही हैं, क्योंकि परिवारों के विस्तार होते हैं, एक घर से 2 घर बन जाते हैं और खुद नया घर बनाने की शक्यता संभावना नहीं होती है, तो उन परिवारों की भी चिंता करते हुए हम 3 करोड़ और घर बनाने का संकल्प लेकर के आगे बढ़ेंगे। अभी तक हमने सस्ते सिलेंडर घर घर पहुंचाए हैं। अब हम पाइप से सस्ती रसोई गैस घर घर पहुंचाने के लिए तेजी से काम करेंगे। वन नेशन वन इलेक्शन के विचार को भी साकार करने का संकल्प लेकर के आगे बढ़ेंगे। बीजेपी यूनिफॉर्म सिविल कोड को भी देश हित में उतना ही आवश्यक समझती है। आपने देखा है कि पिछले 10 साल में भ्रष्टाचार पर भाजपा सरकार ने कितनी बड़ी कड़ी कार्रवाई की है। ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് കേരളത്തിലെത്തും. വൈകിട്ട് 8 മണിക്ക് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തുന്ന നരേന്ദ്രമോദി വെല്ലിംഗ്ടൺ ഐലൻഡിലെ നാവികാസ്ഥാനത്ത് ഹെലികോപ്റ്ററിൽ ഇറങ്ങും. നാളെ ആലത്തൂർ മണ്ഡലത്തിലെ കുന്നംകുളത്തും തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലും പ്രധാനമന്ത്രി പൊതുസമ്മേളനങ്ങളിൽ പങ്കെടുക്കും. ഓരോ തവണയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം കേരളത്തിൽ ബിജെപി പ്രവർത്തകർക്ക് വലിയ ആത്മവിശ്വാസവും ആഹ്ലാദവും എല്ലാം തന്നെ പകരുന്നുണ്ട്. കഴിഞ്ഞ കുറച്ചു നാളുകൾ അദ്ദേഹം കേരളത്തിൽ വളരെ പെട്ടെന്ന് ഏത് പരിപാടിക്ക് എത്തുന്നു. അതോടൊപ്പം തന്നെയും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടുത്തയിടെ അദ്ദേഹം വളരെ വിശാലമായിട്ട് തന്നെ പ്രവർത്തകരിലേക്ക് തന്നെ എത്താനായിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. തൃശ്ശൂരും എല്ലാം തന്നെ സന്ദർശനം നടത്തിയതും എല്ലാം ഇതിന്റെ ഭാഗം കൂടിയായിരുന്നു. ഇപ്പോൾ വീണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് എത്തുമ്പോഴാണ് അദ്ദേഹം ഇവിടേക്ക് കടന്നുവരുന്നത്. ഇന്ന് രാത്രി അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും, പ്രത്യേക വിമാനത്താവളത്തിൽ എത്തുന്നു. അതിനുശേഷം അവിടെ നിന്ന് ഹെലികോപ്റ്റർ മാർഗം നാവികസേനയുടെ എയർ സ്ട്രിപ്പിലേക്ക് എത്തും. തുടർന്ന് കാർ മാർഗം എറണാകുളം ഗസ്റ്റ് ഹൌസിൽ അദ്ദേഹം എത്തും. ഇവിടെ രാത്രി തങ്ങിയ ശേഷം നാളെ രാവിലെയാണ് ഹെലികോപ്റ്റർ മാർഗം ഇദ്ദേഹം ഇവിടേക്ക് എത്തുന്നത്, തൃശൂരിലേക്ക് എത്തുന്നത്. കുന്നംകുളത്ത് നടക്കുന്ന പരിപാടി ആലത്തൂർ മണ്ഡലവുമായി ബന്ധപ്പെട്ടാണ് പ്രചാരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളതെങ്കിൽ കൂടിയും തൃശൂരിലെ പ്രവർത്തകർക്കും അതിനൊരു പങ്കാളിത്തമുണ്ട്. അവർക്ക് കൂടി പങ്കെടുക്കാവുന്ന രീതിയിലാണ് കുന്നംകുളത്തേക്ക് അത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. വലിയ രീതിയിൽ തന്നെ പ്രവർത്തകരുടെ പങ്കാളിത്തം ഇവിടെ ഉണ്ടാകുമെന്നതാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ തൃശൂരിലെത്തി സംസാരിച്ചപ്പോഴെല്ലാം തന്നെ കരുവന്നൂർ വിഷയം അദ്ദേഹം ഉയർത്തിക്കാട്ടിയിരുന്നു. ഇപ്പോൾ കരുവന്നൂർ വിഷയം സജീവമായ ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി മാറിയിരിക്കുന്നു. ഇഡിയുടെ അന്വേഷണം ഒരു നിർണായക ഘട്ടത്തിലെത്തിയിരിക്കുന്നു. ഈ ഒരു സമയത്ത് കൂടിയാണ് അദ്ദേഹം വീണ്ടും ഇവിടേക്ക് എത്തുന്നത്. ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷ.
പ്രതീക്ഷിക്കുന്നത്. അദ്ദേഹം കുന്നംകുളത്തെ പരിപാടി പൂർത്തിയാക്കിയതിനു ശേഷം തുടർന്ന് തിരുവനന്തപുരത്തേക്ക് പോകും. ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തെ പ്രതിദാനം ചെയ്തുകൊണ്ടുള്ള പരിപാടിയിലായിരിക്കും തുടർന്ന് അദ്ദേഹം സംസാരിക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പിൽ BJPയുടെ പ്രകടന പത്രിക അടക്കം പുറത്തിറക്കിയ ശേഷം ഇപ്പോൾ വിപുലമായ രീതിയിലുള്ള ഒരു പൊതുപരിപാടിയെ അഭിസംബോധന ചെയ്യുക കേരളത്തിലാണ് എന്നതൊരു പ്രത്യേകതയും കൂടിയുണ്ട്. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൊച്ചിയിലും പരിസര പ്രദേശത്തും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് രാത്രി 9 മണി മുതൽ 11 മണി വരെയും പിറ്റേന്ന് നാളെ രാവിലെ 9 മണി മുതൽ 11 മണി വരെയും ഗസ്റ്റ് ഹൌസ് ബന്ധപ്പെട്ടുള്ള കേന്ദ്രങ്ങൾ അദ്ദേഹത്തിന്റെ ഒരു സഞ്ചാര വഴി എന്ന് പറയുന്നത് നേവി വിമാനത്താവളം മുതൽ എറണാകുളം ഗസ്റ്റ് ഹൌസ് വരെയാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ സുരക്ഷാ ക്രമീകരണങ്ങൾ കുറെ കൂടി ശക്തമാക്കിയിട്ടുണ്ട്. പ്രവർത്തകരും വലിയ ആവേശത്തോടെയാണ് നരേന്ദ്രമോദിയെ കാത്തിരിക്കുന്നത്. ഡാനി പോളിന്റെ റിപ്പോർട്ടാണ് കണ്ടത്. പ്രചാരണ പരിപാടികൾക്കായി രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിലെത്തും. 2 ദിവസം അദ്ദേഹം മണ്ഡലത്തിലുണ്ടാകും. വയനാടിന്റെ ഭാഗമായ 7 നിയോജക മണ്ഡലങ്ങളിലും രാഹുൽ റോഡ് ഷോ നടത്തും. നാളെ വൈകിട്ട് കോഴിക്കോട് നടക്കുന്ന UDFന്റെ പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. ചൊവ്വാഴ്ച വൈകുന്നേരമാണ് മടക്കം. 2 ദിവസത്തെ പ്രചരണ പരിപാടികൾക്കായി രാഹുൽ ഗാന്ധി നാളെ രാവിലെയാണ് കേരളത്തിൽ എത്തുക. കണ്ണൂർ വിമാനത്താവളത്തിൽ വന്നിറങ്ങുന്ന അദ്ദേഹം തുടർന്ന് സുൽത്താൻ ബത്തേരിയിലെത്തും. രാവിലെ 10 മണിക്കാണ് സുൽത്താൻ ബത്തേരിയിൽ അദ്ദേഹത്തിൻ്റെ ആദ്യ റോഡ് ഷോ. അതിനുശേഷം പുൽപ്പള്ളിയിൽ നടക്കുന്ന കർഷക റാലിയിൽ പങ്കെടുക്കും. 12 മണിക്ക് മാനന്തവാടിയിലും 2:15 വെള്ളമുണ്ടയിലും 3 മണിക്ക് പടിഞ്ഞാറത്തറയിലും രാഹുൽ ഗാന്ധിയുടെ റോഡ് ഷോ നടക്കും. അതിനുശേഷം അദ്ദേഹം നാളെ കോഴിക്കോട്ടേക്ക് പോകും. അവിടെ നടക്കുന്ന UDFന്റെ റാലിയിലും പൊതുയോഗത്തിലും അദ്ദേഹം പങ്കെടുക്കും. പിറ്റേ ദിവസവും അദ്ദേഹം വയനാട് മണ്ഡലത്തിൽ തന്നെയാകും ഉണ്ടാവുക. പിറ്റേ ദിവസം അതായത് ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം തിരുവമ്പാടി മണ്ഡലത്തിലാണ് അദ്ദേഹത്തിൻ്റെ ആദ്യ റോഡ് ഷോ. 9:30 കൊടിയത്തൂരിലാണ് ആ റോഡ് ഷോ. അതിനുശേഷം അദ്ദേഹം മലപ്പുറം ജില്ലയിലേക്ക് വരും. 10:30 കീഴുപറമ്പ്, 11:30 ഊർങ്ങാട്ട്, രണ്ടും ഏറനാട് മണ്ഡലത്തിൽപ്പെട്ട സ്ഥലങ്ങളാണ്. 3 മണിക്ക് വമ്പാടും 4 മണിക്ക് നിലമ്പൂരിലും 5:30 കരുവാരക്കുണ്ടിലും അദ്ദേഹത്തിന് റോഡ് ഷോ ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ റോഡ് ഷോയുടെ സമാപനത്തിൽ അദ്ദേഹം വോട്ടർമാരോട് അഭ്യർത്ഥിക്കും, അവരോട് സംസാരിക്കും. പക്ഷേ രാഷ്ട്രീയമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനങ്ങളോ പ്രസ്താവനകളോ ഒരുപക്ഷെ ഈ റോഡ് ഷോയിൽ ഉണ്ടാകണം എന്നില്ല. അത് കോഴിക്കോട് നടക്കുന്ന UDFന്റെ ആ യോഗത്തിൽ അല്ലെങ്കിൽ സമ്മേളനത്തിലായിരിക്കും ഉണ്ടാവുക എന്ന സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി വന്നപ്പോൾ ആ റോഡ് ഷോയിൽ UDFന്റെ ഒരു കക്ഷികളും കൊടികൾ ഉപയോഗിച്ചിരുന്നില്ല. അതേ രീതിയിൽ തന്നെ കൊടികൾ ഉപയോഗിക്കാതെ ആയിരിക്കും ഈ റോഡ് ഷോകളൊക്കെ എന്ന് കഴിഞ്ഞ ദിവസം KPCC ആക്ടിംഗ് പ്രസിഡന്റ് MM ഹസൻ പ്രഖ്യാപിച്ചിരുന്നു. നമുക്കറിയാം, അത് കോൺഗ്രസിൻ്റെ കഴിഞ്ഞ മുൻ അനുഭവങ്ങളിൽ നിന്നും ലഭിച്ച ഒരു ദീർഘവീക്ഷണത്തോടെയുള്ള നടപടി തന്നെ വേണം കരുതാൻ. കാരണം മുസ്ലിം ലീഗിൻ്റെ പച്ച പതാക അത് ഉത്തരേന്ത്യയിൽ BJPയും മറ്റുള്ളവരും പ്രചരിപ്പിക്കുന്നത് പാകിസ്ഥാൻ പതാക എന്ന തരത്തിലാണ്. അപ്പോൾ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ കഴിഞ്ഞ തവണ കോൺഗ്രസിനും രാഹുൽ ഗാന്ധിക്കുമൊക്കെ ഉത്തരേന്ത്യയിൽ വലിയ തിരിച്ചടി ഉണ്ടാക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തവണ റോഡ് ഷോകളിലും പ്രചരണങ്ങളിലും രാഹുൽ ഗാന്ധി പങ്കെടുക്കുന്ന പ്രചരണങ്ങളും പതാക ഒഴിവാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനം വന്നിരിക്കുന്നത്. എന്താണെങ്കിലും അതിന് വലിയ ആദ്യ ദിവസങ്ങളിൽ വലിയ വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അത് ഉത്തരേന്ത്യയിൽ ഗുണം ചെയ്യുന്നു എന്ന നിഗമനമാണ് കോൺഗ്രസിനുള്ള. അതേ നയം തന്നെയായിരിക്കും ഈ 2 ദിവസവും തുടരുക. എന്താണെങ്കിലും ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഇതിനോടകം തന്നെ രാഹുൽ ഗാന്ധിക്കെതിരെ ഇടതുപക്ഷവും BJPയൊക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിനെല്ലാമുള്ള രാഷ്ട്രീയമായിട്ടുള്ളൊരു മറുപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അതോടൊപ്പം തന്നെ രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ മുതിർന്ന നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി, DK ശിവകുമാർ തുടങ്ങിയവരെല്ലാം ഈ ദിവസങ്ങളിൽ വയനാട് മണ്ഡലത്തിൽ വിവിധ മേഖലകളിൽ പ്രചരണത്തിന് എത്തുന്നുണ്ട്. എന്നാണെങ്കിലും വയനാട്ടിലെ പ്രചരണം രാഹുൽ ഗാന്ധിയുടെ വരവോടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. UDFന്റെ എല്ലാ നേതാക്കളും ഈ ദിവസങ്ങളിൽ വയനാട്ടിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കരുതുന്നത്. നാളെ രാവിലെയാണ് രാഹുൽ ഗാന്ധി പ്രചരണങ്ങൾക്കായി വയനാട്ടിലെത്തുക. വയനാട്ടിൽ നിന്നും CV അനുമോദ്, ന്യൂസ് 18. പോരാട്ടം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ തന്റെ ആത്മവിശ്വാസം ഏറുകയാണെന്ന് ശശി തരൂർ ന്യൂസ് 18നോട്. അമ്മ വലിയ കൃഷ്ണഭക്തയായതിനാലാണ് വിഷുദിനത്തിൽ തന്നോടൊപ്പം ക്ഷേത്ര ദർശനത്തിനെത്തിയതെന്നും ശശി തരൂർ. അമ്പലമുക്ക് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടാണ് വിഷുദിനത്തിലെ തരൂരിന്റെ പ്രചാരണത്തിന് തുടക്കമായത്. വിഷുദിനത്തിൽ അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പം അമ്പലമുക്കിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിക്കൊണ്ടാണ് ശശി തരൂരിന്റെ ഇന്നത്തെ പ്രചാരണം തുടങ്ങുന്നത്. തെരഞ്ഞെടുപ്പായതുകൊണ്ടാണ് കുടുംബസമേതം പ്രചാരണത്തിനെത്തിയത്. എൻ്റെ അമ്മയും സഹോദരിയും എത്തിയിരിക്കുന്നത്. അമ്മ എന്നൊപ്പം തന്നെയാണ് താമസിക്കുന്നത്, ഡൽഹിയിലോ ഇവിടെയോ. അപ്പം ഞാൻ ഇവിടെ വരുമ്പോൾ അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നതാണ്.
ഞാൻ 2-3 ദിവസത്തിൽ വരുമ്പോൾ അമ്മ അവിടെ ചെന്നു. പക്ഷേ ഇവിടെ വന്നപ്പോൾ 4-5 ആഴ്ചയുടെ പ്രചരണം, 5-6 ആഴ്ചയുടെ പ്രചരണമുള്ള കാരണം അമ്മയെ കൂട്ടിക്കൊണ്ടുവന്നു. എൻ്റെ സഹോദരി അമേരിക്കയിൽ താമസിക്കുന്നത്, അവിടുന്ന് വന്നു അമ്മയെ സഹായിക്കാനൊക്കെ. അപ്പോൾ അവരെ കൊണ്ടുവരാൻ ആഗ്രഹമുണ്ട്. അമ്മ വലിയ ഒരു കൃഷ്ണഭക്തിയാണ്. നമ്മുടെ ഇഷ്ടദൈവം കൃഷ്ണനാണ്, ഗുരുവായൂരപ്പൻ പ്രത്യേകം. അവസാന വട്ടത്തിലേക്ക് കടക്കുകയാണ് പ്രചാരണം. എങ്ങനെയാണ് പ്രതീക്ഷ? പ്രതീക്ഷയൊക്കെ വമ്പിച്ച് വിജയമായിരിക്കുന്നതാണ്, ഒരു സംശയമില്ല. ഞാനിപ്പോൾ ഒരു 5 ആഴ്ചയായി പ്രചരണം ചെയ്യണം. 5-ാമത്തെ ആഴ്ച പൂർത്തിയാവാറായി. ഞാൻ എല്ലാവരുടെയും കണ്ടിരിക്കേണ്ടത് ജനങ്ങളുടെ സ്നേഹം, ജനങ്ങളുടെ ആവേശം, ജനങ്ങളുടെ പുഞ്ചിരി. അതോടെ എൻ്റെ ആത്മവിശ്വാസം കൂടി വന്നിട്ടാണ്. അപ്പോൾ എല്ലാ വിശ്വാസംസകളും നിങ്ങൾ കാണുന്ന എല്ലാവർക്കും. പറഞ്ഞത് മാറ്റിപ്പറയുന്നത് കോൺഗ്രസുകാരുടെ ശീലമെന്ന് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ. ശശി തരൂരിനെതിരെയുള്ള നിയമ നടപടി തുടരുമെന്നും രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. ഞാനത് എന്റെ ഒരു പ്രിൻസിപ്പിളാണ്. ആരെങ്കിലും വെറുതെ ഒരു വേണ്ടാത്ത പേഴ്സണൽ ഡെഫമേഷൻ ചെയ്താൽ അതിന് കോൺസിക്വൻസസ് അണ്ടർ ലോ ഉണ്ട്. അത് ഉണ്ടാവും. അത് ഉണ്ടാവില്ലെങ്കിൽ എന്താ ലോന്റെ എന്താ പിന്നെ കാര്യം? അതുകൊണ്ട് ആ കാര്യവും നടക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് പുതിയ രീതികൾ തേടുകയാണ് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥി ഹൈബി ഈഡൻ. ചിത്രങ്ങൾക്ക് മുൻതൂക്കം നൽകിയുള്ള 1ാമത്തെ ബുക്ക് മുതൽ റാപ്പ് സോങ് വരെയുണ്ട് പ്രചാരണത്തിന്. ഭാര്യ അന്ന ലിൻഡയ്ക്കാണ് ഡിജിറ്റൽ പ്രചാരണത്തിന്റെ ചുമതല. തെരഞ്ഞെടുപ്പ് പ്രചാരണം അതിന്റെ ഒരു അവസാന ലാപ്പിലേക്ക് വരുമ്പോൾ വലിയ രീതിയിൽ പ്രചാരണ തന്ത്രങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ മാറുകയാണ്. നമ്മളുള്ളത് എറണാകുളത്തെ UDF സ്ഥാനാർത്ഥിയായ സിറ്റിംഗ് MP ആയ ഹൈബി ഈഡൻ MPയുടെ ഒരു വാർ റൂം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്നതും അതോടൊപ്പം തന്നെ അതിന്റെ ഒരു ക്യാപ്റ്റനുമായ ആളാണ്. ഇത് ഹൈബിയുടെ പത്നി അന്ന ലിൻഡ. ഏതാണ്ട് പ്രചാരണത്തിന്റെ മുഴുവൻ ചുമതലയും എന്ന രീതിയിൽ അതിന്റെ ഒരു ഡിജിറ്റൽ വെർഷൻ എല്ലാം അന്നയാണ് കൈകാര്യം ചെയ്യുന്നത്. പല രീതിയിലുള്ള പ്രചാരണ പരിപാടികളെല്ലാം തന്നെ പോകുന്നു. 2-3 തിരുത്തുണ്ട്. ഒന്ന്, ഇത് ഹൈബിയുടെ ഓഫീസ് റൂം, ഹൈബിയുടെ വാർ റൂം അല്ല. ഇത് ഹൈബി ആൾക്കാരെ കാണുന്ന റൂമാണ്. എല്ലാ ദിവസവും രാവിലെ ഹൈബി ഇവിടെ നിന്ന് എല്ലാവരെയും കണ്ടിട്ടാ പോകുന്നത്. ഇപ്പൊ ഇലക്ഷൻ സമയമാണെങ്കിൽ പോലും വളരെ നേരത്തെ ആൾക്കാർ വരും. 5 മണി 5:30 ഒക്കെ ആകുമ്പോൾ എല്ലാവരും കണ്ടുപോകും. പിന്നെ ഞാൻ ഇതിന്റെ ക്യാപ്റ്റനൊന്നുമല്ല. എനിക്ക് ഇങ്ങനത്തെ ഈ ഒരു ഡിസൈൻ പരിപാടികളൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ മുമ്പ് റേഡിയോ സ്റ്റേഷൻസിലൊക്കെ ബ്രാൻഡിങ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ചെയ്യുമായിരുന്നു. അപ്പൊ കുറച്ചൊക്കെ താല്പര്യമുള്ള, അന്നൊന്നും MBA ചെയ്യാനായിട്ട് മുമ്പ് തന്നെയാണ് അപ്പൊ അത് ഇൻട്രസ്റ്റിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇപ്പൊ ഹൈബ്രിഡ് ഇലക്ഷൻസ് വരുമ്പം അതിനുള്ളൊരു സാഹചര്യം വരുന്നു. അപ്പൊ അത് അതിന്റെ കൂടെ പോകുന്നു എന്ന് മാത്രം. ആ ഒരു കാര്യത്തിൽ മാത്രമാണ് ഞാൻ കൂടുതലും ശ്രദ്ധിക്കുന്നത്. സോഷ്യൽ മീഡിയയും അതർ കണ്ടന്റ്സ് ലൈക്ക് പോസ്റ്റേഴ്സ്, ഹോർഡിങ്സ്, അതർ മെറ്റീരിയൽസിൽ. ഈ മുറിയിലേക്ക് വരുമ്പോൾ തോന്നുന്നത് ഈ ഹൈബി എവിടെ നിന്ന് വരുന്നു തുടങ്ങി എന്നുള്ളതെല്ലാം തന്നെ ഒരാൾക്ക് വന്നിരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാവുന്ന രീതിയിൽ തന്നെയാണ്. നേരത്തെ അദ്ദേഹത്തിന്റെ പിതാവ് ജോർജ് ഈഡൻ, അദ്ദേഹം MP ആയിരുന്നു, MLA ആയിരുന്നു. എല്ലാം ആ സ്നേഹവാത്സല്യങ്ങളിലൂടെ നടന്ന് വന്ന ഹൈബിയുടെ ഒരു വഴികൾ ഇപ്പോൾ ഉള്ള അന്നയുടെയും അതോടൊപ്പം തന്നെ മകൾ ക്ലാരയുടെയും ഒപ്പമുള്ള ആ ചിത്രങ്ങൾ, അങ്ങനെ ഇവിടെ വന്നിരിക്കുന്നവർക്ക് അദ്ദേഹത്തിന്റെ ഒരു പശ്ചാത്തലവും കാര്യങ്ങളും എല്ലാം കോൺഗ്രസിലെ അദ്ദേഹം നേതാക്കളും ഒപ്പമുള്ള അവരുടെ ഒരു സ്നേഹ ആശ്ലേഷണങ്ങൾ, ഇതെല്ലാം അദ്ദേഹം കടന്നു വന്ന വഴികൾ, അതെല്ലാം അതിന് ഒറ്റ നോട്ടത്തിൽ വ്യക്തമാകും. എന്തായാലും തെരഞ്ഞെടുപ്പിലേക്ക് തന്നെ നമുക്ക് തിരിച്ചെത്താം. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ വളരെ ശ്രദ്ധ നേടുന്നത് ഹൈബിയുടെ ഒരു പുസ്തകം, അത് സാധാരണ തെരഞ്ഞെടുപ്പിൽ നമ്മൾ മറിച്ചു നോക്കുന്ന അതിനപ്പുറത്തേക്ക് അതിലൊരു കൗതുകവും ചിത്രങ്ങളുടെ ഒരു കാഴ്ചയൊക്കെ ഉണ്ടോ? എനിക്ക് അവിടെ ഇരിപ്പുണ്ടല്ലോ. കുറച്ച് കോപ്പീസോടെ വച്ചതാണ്. ഇതൊരു മെറ്റീരിയൽ, ആക്ച്വലി നമ്മളിത് മെറ്റീരിയൽ ആയിട്ടല്ല ഇത് വിചാരിച്ചത്. നമ്മളിതൊരു ഹൈബിയുടെ 5 കൊല്ലത്തെ വർക്ക് ജനങ്ങളിലേക്ക് എത്തണം എന്ന് ഹൈബിക്ക് വളരെ നിർബന്ധം ഉണ്ടായിരുന്നു. അത് നമ്മളിപ്പോ അടുത്ത പാർലമെന്റ് ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാലും ഇല്ലെങ്കിലും, ഇപ്പൊ നമ്മൾ 2019 വളരെ അവിചാരിതമായിട്ടാണ് ഹൈബി പാർലമെന്റ് തെരഞ്ഞെടുപ്പിലേക്ക് വരുന്നത്. അസംബ്ലിയിൽ ഇവിടെ എറണാകുളം പാർലമെന്റ് ആയിരുന്നല്ലോ. അപ്പൊ അന്ന് നമ്മൾ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ 5 കൊല്ലം ചെയ്ത വർക്ക് നമ്മൾ ഇത്രയും ചെയ്തു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്തുക കൂടി വേണമല്ലോ. അപ്പോൾ ചിലതൊക്കെ ആൾക്കാർ മറന്നുപോയിട്ടുണ്ടാവാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് ഒരു സമ്മപ്പ് ഹൈബിക്ക് ഹൈബിയുടെ വർക്ക് നന്നായിട്ട് വരണമെന്നുണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്ത എനിക്ക് തോന്നുന്നു ഒരു 6 months എങ്കിലും നമ്മൾ ഇതിനൊരു ഇരുന്നിട്ടുണ്ട് വളരെ കെയർഫുൾ ആയിട്ട്. നമ്മൾ ഒരുപാട് ഇതിൽ ഡാനി ചേട്ടൻ മറിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും, ഇതിൽ ഒരുപാട് എഴുത്തുകൾ കുറവാ.
കൂടുതലും നമ്മൾ ചിത്രങ്ങളാണ് കൂടുതൽ സംസാരിക്കുന്നത്. ബിക്കോസ് ഇപ്പോൾ വായിക്കുന്നതൊക്കെ ആൾക്കാർക്ക് അതിനേക്കാൾ കൂടുതൽ വായനാശീലം നമ്മുടെ അതിൽ കുറഞ്ഞു വരികയാണ്, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഇടയിൽ. അപ്പോൾ അതിൽ കൂടുതൽ പടങ്ങളാവുമ്പം ആൾക്കാർക്ക് പെട്ടെന്ന് മറിക്കാൻ പറ്റും. അത് മാത്രമല്ല അതിന്റെ കൂടെ ഫിഗേഴ്സ് ഉണ്ട്, അതായത് നമ്മളുടെ അറ്റൻഡൻസ് എത്രയാണ്, നമ്മൾ എത്ര രൂപ നമ്മളുടെ MP ഫണ്ടിൽ നിന്ന് ചെലവാക്കി, അതൊക്കെ ഒരു മനസ്സിലാവാൻ വേണ്ടി നമ്മൾ സെന്റർ പേജും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇന്ത്യാസ് ഫസ്റ്റ് കേരളാസ് ബെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്ത പ്രോജക്ട്സിന്റെ എല്ലാം, അതായത് ഡയാലിസിസ് ബ്ലോക്ക് ഒക്കെ ഇന്ത്യയിൽ ഫസ്റ്റ് ആണ്, ബോത്ത് ഇൻ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടറിൽ. നമ്മൾ ജനറൽ ഹോസ്പിറ്റൽ എറണാകുളം ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ടുള്ള പ്രോജക്ട്സ് ആണ്. വൈഫൈ സ്ട്രീറ്റ്, നമ്മുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയ മെൻസ്ട്രൽ കപ്പ്, ഇതിനെല്ലാം ഡീറ്റെയിൽ ബാക്കി പേജസിലുണ്ടെങ്കിലും ഇതിലൊരു സമ്മപ്പാണ്. പിന്നെ ഇവിടെ ഒരു സ്കാൻ കോഡ് നമ്മൾ വെച്ചിട്ടുണ്ട് വീഡിയോസിന് വേണ്ടിയിട്ട്. അപ്പൊ ഈ QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ എല്ലാം വീഡിയോസും കാണാൻ പറ്റും. ആളുകൾ അപ്ഡേറ്റ് ആവുന്നു, കൂടുതൽ യങ്സ്റ്റേഴ്സ് അവർക്ക് എന്താണ് ഈ കാര്യങ്ങൾ, അതിൽ പൊളിറ്റിക്സ് എന്താ, അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് ചെയ്തു എന്നൊക്കെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലാക്കുന്ന രീതിയിലേക്ക്. അതെ, തീർച്ചയായിട്ടും. അപ്പം വലിയ വലിയ പടങ്ങളാവുമ്പം ആൾക്കാർക്ക് പടങ്ങൾ കാണുന്നതിന്റെ ഒരു രസത്തോടു കൂടി ഇതിന്റെ ഹെഡിങ്സും എല്ലാം വായിക്കും, കുറച്ചൊക്കെ കണ്ടന്റ്സ് വായിക്കും. അപ്പം ആൾക്കാർക്കൊരു ഐഡിയ കിട്ടും. ആക്ച്വലി ഇത് മാത്രമല്ല, 5 കൊല്ലത്തെ ഇതൊരു 64 പേജിന്റെ ഒരു ചെറിയ പുസ്തകമാണ്. ആക്ച്വലി ഇതിൽ സമ്മപ്പ് ചെയ്യാൻ പറ്റില്ല. ഹൈബിക്ക് ഇതിൽ കൂടുതൽ പേജസ് വേണം, എന്റെ വർക്ക് മുഴുവനും ഇതിൽ വേണം എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അത് പേജ് കൂടും ഒന്ന് ആൾക്കാരാണ്. പിന്നെ നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഫണ്ട് അല്ലെങ്കിൽ BPCL പൂട്ടിയതിന്റെ ഷെയർ കുറഞ്ഞതിന്റെ അങ്ങനത്തെ ഒരു ഉത്തരവാദിത്തം അല്ല, ഒരു പിതൃത്വവും നമ്മളിതിൽ ഏറ്റെടുത്തിട്ടില്ല. അതോടൊപ്പം ഈ പ്രചാരണത്തിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടത് ആളൊരു അടിപൊളി റാപ്പ് കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്നതായിരുന്നു. അതിന്റെ കാര്യങ്ങളുണ്ടോ? അതില് എങ്ങനെയായിരുന്നു അതിന്റെ ഒരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? അതൊക്കെ ചെയ്തുകൊണ്ടായിരുന്നു. റാപ്പ് എന്നുള്ളത് നമ്മളിങ്ങനെ ഓരോന്നും ചെയ്തു തുടങ്ങുമ്പോൾ നമുക്കൊരു ഇങ്ങനെ ആവണം എന്നൊക്കെ നമുക്ക് തോന്നുമല്ലോ. അപ്പം ഇത് നേരത്തെ പ്ലാൻ ചെയ്തതല്ല. ഇത് MC കൂപ്പർ എന്ന് പറയുന്ന ഒരു റാപ്പറാണ്, എന്റെ വളരെ പരിചയമുള്ളൊരു റാപ്പറാണ് കൂപ്പർ. അപ്പൊ ഞാൻ കൂപ്പറിന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, അതൊരു അരമണിക്കൂറിൽ ഇതാണ്. കേന്ദ്രത്തിൽ കുറെ കാര്യങ്ങൾ മാറണം. കേന്ദ്രത്തിൽ എന്താണ് മാറേണ്ടത്? കേന്ദ്രത്തിൽ എന്താണ് മാറേണ്ടത്? ചർച്ചയില്ലെങ്കിലും കവർച്ചയുണ്ട് ഏറെയായി, ഉയർച്ചയില്ലതിൽ പഴിപ്പകർച്ചവ്യാധി മേലെയായി, മോടി കൂട്ടുവാൻ കയറ്റി വിട്ട കൂട്ടമേനിയായി, നാട്ടിലുള്ള മനുഷ്യരെല്ലാം ഇന്ന് 2 ചേരിയായി, തിരിഞ്ഞു നിന്ന് ഭാരതം എരിഞ്ഞെരിഞ്ഞ് വീഴയായി, എരിഞ്ഞെരിഞ്ഞ് വീഴയായി, നീതിന്യായം അന്യം വന്നിരുണ്ട മേഘചോട്ടിലായി, മതേതരത്വ ചിന്തയോ കിടപ്പതിന്ന് തോട്ടിലായി, നെഞ്ചു പിരിയൻ കോമരൻ വടക്ക് നോക്കി യന്ത്രമോ, വിടർത്തിവെച്ച പത്രികയിൽ മുഴുവനും കുതന്ത്രമോ, ഹൈബി തളർത്തിടും വരൾച്ച മാറ്റും മന്ത്രമോ, കൊച്ചിവെയിൽ തുന്നിവെച്ചു തോളിതല്ലയോ, തോളോട് തോൾ ചേർന്ന് കൈപിടിച്ചുകൂടെ, കൊച്ചിയുടെ സ്വത്തായ ഹൈബിയുണ്ട് കൂടെ, പോരാട്ട വീര്യത്തിൻ കൊടി പറത്തിയില്ലേ. ഇതിപ്പോ യങ്സ്റ്റേഴ്സിനൊക്കെ ഒരു വൈറലാക്കാം അല്ലേ? അതെ, അതല്ല, ഒരു ഇലക്ഷൻ വരുമ്പോ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മൾ എല്ലാ കാറ്റഗറിയിലുള്ള ആൾക്കാരെയും നമുക്ക് സെർവ് ചെയ്യാൻ പറ്റണം. അതില് വളരെ എന്താ പറയാ, പൊളിറ്റിക്സ് ഒബ്സർവ് ചെയ്യുന്ന ആളുകളുണ്ടാവും, കുട്ടികളുണ്ടാവും, പ്രായം ചെന്നവരുണ്ടാവും, മധ്യവയസ്കരുണ്ടാവും, ചെറുപ്പക്കാരുണ്ടാവും. ചെറുപ്പക്കാർക്ക് നമുക്ക് പൊളിറ്റിക്കൽ അവയർനെസ് ഇല്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഒബ്സർവേഷൻ ചിലപ്പോ, അല്ലെങ്കിൽ അവർക്ക് പഴയ രീതിയിലുള്ള പ്രചാരണങ്ങളും രീതികളൊന്നും ചിലപ്പോൾ അവര് ശ്രദ്ധിച്ചു എന്ന് വരില്ല. മാത്രമല്ല നമ്മള് ഹൈബി പാർലമെന്റിലാണല്ലോ എറണാകുളത്തിനെ പ്രതിനിധീകരിക്കുന്നത്. അപ്പം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് നമ്മൾ പാർലമെന്റിൽ പോകുമ്പം നമ്മളുടെ ഇന്ത്യ മൊത്തത്തിൽ എന്താണ്, ഇന്ത്യയിൽ വാട്ട് വി ആർ ഗോയിങ് ത്രൂ എന്നുള്ളതാണ് നമ്മൾ റാപ്പിലൂടെ ഉദ്ദേശിച്ചത്. നമ്മളുടെ രാജ്യത്ത് നടക്കുന്ന ഫാസിസ്റ്റ് ഗവൺമെന്റിനെതിരെയുള്ള, ബിക്കോസ് ഹൈബി ഈ പാട്ടിന്റെ ഇതൊരു 1 മിനിറ്റ് 34-35 സെക്കൻഡാണ് ഇതിന്റെ ഒരു ദൈർഘ്യം. അപ്പൊ അതിന്റെ പകുതിയിലും ശേഷമാണ് ഹൈബി തന്നെ പിക്ചറിലേക്ക് വരുന്നുള്ളൂ. ആദ്യം നമ്മൾ പറയുന്നത് നമ്മളുടെ നാടിനെ ഡിവൈഡ് ചെയ്തുകൊണ്ടിരിക്കുക. യെസ്, കണ്ടന്റ് ആണ് തീർച്ചയായും, വെറുതെ ഒരു റാപ്പല്ല ഇത്. ഇനിയും കുറച്ച് ദിവസം കൂടി ഇലക്ഷൻ അവശേഷിക്കുന്നുണ്ട്. അപ്പൊ ഇനിയും വരാനുണ്ട്, ഇനിയും വരാറുണ്ട്. ഏതായാലും അന്ന് സൂചിപ്പിക്കുന്നത് പോലെ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം, അതിന്റെ ഒരു ചിട്ടവട്ടങ്ങൾ, പതിവ് നടപ്പ്, കാഴ്ചശീലങ്ങൾ അതെല്ലാം മാറി വരികയാണ്. അത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് ഹൈബി സജീവമാകുന്നത്. അതിനൊപ്പം മുഴുവൻ പിന്തുണയുമായി ഹൈബിയുടെ ഭാര്യ അന്ന, കുടുംബം, ഒപ്പം സുഹൃത്തുക്കൾ എല്ലാവരും തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. അത് തന്നെയാണ് ഹൈബിയുടെ ഒരു ആത്മവിശ്വാസവും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18.
ലയനം ഉൾപ്പെടെ ഒരു അജണ്ടകളും ഇപ്പോൾ ഇല്ലെന്ന് കേരള കോൺഗ്രസ് ചെയർമാൻ PJ ജോസഫ്. തെരഞ്ഞെടുപ്പിൽ UDF മികച്ച മുന്നേറ്റമുണ്ടാക്കും. BJPക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റവും ഉണ്ടാക്കാനാകില്ല എന്നും ജോസഫ് ന്യൂസ് 18നോട്. കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മുതിർന്ന നേതാക്കളിൽ ഒരാളായ PJ ജോസഫാണ് എന്നോടൊപ്പം ഉള്ളത്. തെരഞ്ഞെടുപ്പ് കാലത്ത് എങ്ങനെയാണ് കേരള കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങൾ എന്നതടക്കം അദ്ദേഹത്തിൽ നിന്ന് ചോദിച്ചറിയാം. സ്വാഗതം ശ്രീ PJ ജോസഫ്. എങ്ങനെ ഇപ്പോ കോട്ടയം കേരള കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ നമ്മൾ പരിശോധിച്ചാൽ കേരള കോൺഗ്രസിന്റെ നിലനിൽപ്പ് തന്നെ, അതായത് ഈ ചിഹ്നമടക്കമുള്ള പല കാര്യങ്ങളും വെല്ലുവിളിയാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അപ്പുറത്ത് ജോസ് കെ മാണി വിഭാഗം നിങ്ങളെ അതൊരു പാർട്ടിയല്ല എന്ന് പോലും വിശേഷിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രാധാന്യം? തെരഞ്ഞെടുപ്പ് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ പ്രാധാന്യമുണ്ട്. മോഡിക്ക് ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ മുമ്പ് പറഞ്ഞ ഗ്യാരണ്ടികളൊന്നും നടപ്പായിട്ടില്ല. പെട്രോൾ ഡീസൽ വില ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ ജനങ്ങളെ ഒന്നായി കണ്ടുകൊണ്ട് ഭരിക്കാൻ അവർക്ക് കഴിയുന്നില്ല. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഗവൺമെന്റ് ജനങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാനവും നടപ്പാക്കുന്നില്ല. കാർഷികോൽപ്പന്നങ്ങളുടെ വില, റബ്ബറിന്റെ വില 250 രൂപയാക്കും എന്ന് പറഞ്ഞു. ആ കാര്യമൊന്നും ഉന്നയിക്കാൻ പോലും അപ്പുറത്ത് നിൽക്കുന്ന കേരള കോൺഗ്രസിന് കഴിയില്ല എന്ന പാലായില് കാരണം നമുക്കുണ്ട്. ശ്രീ തോമസ് ചാഴികാരനെ വായടപ്പിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളൊക്കെ അറിയാം. അതുകൊണ്ട് അവിടെ ഒരു സ്വാധീനവും ചെലുത്തുവാൻ കഴിയുന്നില്ല. കേരളത്തിലെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ, നിത്യോപയോഗ സാധനങ്ങളുടെ വില നിയന്ത്രിക്കുവാൻ ഒന്നും കഴിയുന്നില്ല. കർഷകർക്കുള്ള ഗ്യാരണ്ടി ഒന്നും നടപ്പാക്കാൻ കഴിയുന്നില്ല. ഈ പശ്ചാത്തലത്തിൽ വാഗ്ദാന ലംഘനം നീണ്ട പട്ടികയാണ് സംസ്ഥാന ഗവൺമെന്റിനുള്ളത്. ഇവിടെ ഈ മത്സരത്തിൽ കോട്ടയത്ത് ഞങ്ങൾ മത്സരിക്കുമ്പോൾ ഒരു സംശയമില്ല, കോട്ടയത്ത് കേരള കോൺഗ്രസ് ശ്രീ ഫ്രാൻസിസ് ജോർജ് വൻപിച്ച ഭൂരിപക്ഷത്തിന് വിജയിക്കും. അതിനുള്ള എല്ലാ പ്രവർത്തനവും നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണി ഒറ്റക്കെട്ടായി അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ തെരഞ്ഞെടുപ്പ് കളിയാക്കലുകൾക്കൊരു കൃത്യമായ മറുപടി ജനം തന്നെ കൊടുക്കുക. അതായത് നിങ്ങൾക്കൊരു അംഗീകാരമല്ല, ഈ ചിഹ്നത്തെ കുറിച്ചാണല്ലോ അവർ കുറെ കാലമായി രാഷ്ട്രീയത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, ജനങ്ങൾക്ക് നല്ല ബന്ധമുള്ള ചിഹ്നം ഓട്ടോറിക്ഷ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ആ ചിഹ്നത്തിൽ തന്നെ ആളുകൾ വോട്ട് ചെയ്ത് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കുമെന്ന് ഞങ്ങൾക്ക് നല്ല ഉറപ്പുണ്ട്. ആ നിലയ്ക്കുള്ള പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കും. ഈ കേരള കോൺഗ്രസ് രാഷ്ട്രീയം എക്കാലത്തും എടുക്കുമ്പോൾ പിളരുന്നു, അതിലൂടെ വളരുമെന്നൊക്കെയാണ് KM മാണി പോലും വിശേഷിപ്പിക്കാറുള്ളത്. പക്ഷേ ഈ പാർട്ടി പലപ്പോഴും ഈ ഒരുപാട് സീറ്റുകൾ ജയിച്ചിരുന്ന ഒരു പാർട്ടി ദുർബലമാകുന്ന ഒരു സാഹചര്യം ഇപ്പോൾ സമീപകാലം നമ്മൾ നേരത്തെ മുൻകണക്കുകൾ എടുത്താൽ കാണാം. എവിടെയാണ് കേരള കോൺഗ്രസുകൾക്ക് പിഴയ്ക്കുന്നത്? ഇല്ല, അതെല്ലാം കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതനുസരിച്ച് ഐക്യജനാധിപത്യം ഒറ്റക്കെട്ടായിട്ട് കോട്ടയത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല, ഈ കേരള കോൺഗ്രസുകൾ ഒന്നിച്ച് നിന്നാലുള്ള ഒരു ശക്തിയെ കുറിച്ച് കണ്ടിട്ടാണല്ലോ താങ്കൾ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ ഉപേക്ഷിച്ചുകൊണ്ട് KM മാണിക്കൊപ്പം എത്തുന്നത്. അപ്പൊ അതെല്ലാം പഴയ കഥയാണ്, അതിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം ഒരു ഇപ്പോ ഞാൻ പറയുന്നത് TM ജേക്കബോ അല്ലെങ്കിൽ KM മാണി അങ്ങനെയൊക്കെയുള്ള നേതാക്കൾ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ ഇനി അങ്ങനെ ഒരു സാധ്യതകളൊന്നും ഇല്ല അല്ലെ ഒരുമിച്ച്? അതിലേക്കൊന്നും ഇപ്പൊ ഞങ്ങള് ശ്രീ ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കുക എന്നുള്ള ഒറ്റ അജണ്ട ഇപ്പൊ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കോട്ടയത്തുണ്ടാകുന്ന മറ്റു വെല്ലുവിളികളൊന്നും തെരഞ്ഞെടുപ്പിനെ ബാധിക്കില്ല എന്ന് തന്നെയാണ് പാർട്ടി വിലയിരുത്തുന്നത്. ഈ മോഹൻസിനെതിരെ ആരോപണം അതൊന്നും ബാധിക്കില്ല. കാരണം അങ്ങനെ ഒരാളോ രണ്ടാളോ അല്ലല്ലോ തീരുമാനിക്കുന്നത്. ജനങ്ങൾ ഒറ്റക്കെട്ടായി ഈ രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിയിലെ MLA മാർ ഉൾപ്പെടെ. ഈ എവിടെയാണ് അങ്ങ് കുറെ കാലം കേരള കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നിരുന്ന ഒരാളെന്നുള്ളതിലേക്ക് എങ്ങനെയാണ് ഈ ആളുകൾ പെട്ടെന്ന് എവിടെയാണ് കേരള കോൺഗ്രസുകാർക്ക് ഇങ്ങനെ പെട്ടെന്ന് പിളരാനോ അല്ലെങ്കിൽ പെട്ടെന്നൊരു പാർട്ടി വിട്ടു പോകാൻ എന്താണ് സംഭവിക്കുന്നത്? ഇല്ല, അതെല്ലാം പഴയ കഥകളാണ്. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണിയിൽ ഞങ്ങൾ മൂന്നാമത്തെ കക്ഷിയെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അതിന് നല്ല അംഗീകാരവും ഒക്കെ കിട്ടിയിട്ടുണ്ട്. കോൺഗ്രസ് പാർട്ടിയും ലീഗുമെല്ലാം ഒറ്റക്കെട്ടായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. LDF-ലുണ്ടായിരുന്ന PJ ജോസഫ്
പിയുടെ പാർട്ടിയും UDF ഏതാണ് കൂടുതൽ കംഫർട്ടായിട്ട് ഇപ്പൊ പറയുക? അല്ല, ഞങ്ങൾക്ക് അതിനെ സംബന്ധിച്ച് ഒരു സംശയമില്ല. ഇപ്പം ഐക്യജനാധിപത്യ മുന്നണി വീണ്ടും അധികാരത്തിൽ കൊണ്ടുവരാൻ നിർണായകമായൊരു പങ്ക് കേരള കോൺഗ്രസിന് വഹിക്കാൻ കഴിയും എന്നുള്ള ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്ക്. ഈ ഒരു കാര്യമുള്ളത് BJPയുടെ വളർച്ചയെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവിടെ ശോഷിക്കുന്നത് UDF ആണ് എന്നുള്ള വിലയിരുത്തൽ പൊതുവെ വരാറുണ്ട്. താങ്കൾ എങ്ങനെയാണ് അവരുടെ വളർച്ച അല്ലെങ്കിൽ പല സീറ്റുകളിലും ഇപ്പം ഇടതുപക്ഷം മറ്റ് ചില ടാറ്റിക്സുമായിട്ട് മുന്നോട്ട് പോകുന്നത്? BJPക്ക് കേരളത്തിൽ അങ്ങനെ ഒരു നിർണായകമായൊരു നിലയുണ്ടാക്കാൻ കഴിയില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. അപ്പോൾ BJP ഒരു കാരണവശാലും കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ഒരു നിർണായകമായ ശക്തിയായി മാറാൻ കഴിയില്ല. ഈ ചില സീറ്റുകളിൽ അവർ പിടിക്കുന്ന കുറച്ച് വോട്ടുകളായിരിക്കും ചില സ്ഥാനാർത്ഥികളുടെ തോൽവിയിലേക്ക്, UDFന്റെ അല്ലെങ്കിൽ LDFന്റെ ആയിക്കോട്ടെ തോൽവിയിൽ. അപ്പൊ അങ്ങനെ ചെറിയ വളർച്ച പോലും അതൊരു ഭീഷണിയല്ലേ? UDFന് ഭീഷണിയാകാൻ സാധ്യതയുണ്ട്? UDFന് ഒരിക്കലും ഭീഷണിയാവില്ല എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിലയിരുത്തൽ. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് പല വർഗീയ വിഷയങ്ങൾ, ഇപ്പോൾ കേരള സ്റ്റോറി പോലുള്ള കാര്യങ്ങൾ, പലത് പ്രദർശനം, അതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് നടക്കുന്ന വലിയ ആരോപണ പ്രത്യാരോപണങ്ങൾ. അതൊക്കെ തെരഞ്ഞെടുപ്പിനെ എത്രത്തോളം ബാധിക്കും? ഇടുക്കി രൂപത തന്നെ രംഗത്ത് വന്നൊരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. അതിനൊന്നും ജനങ്ങളുടേതായ ഒരു അംഗീകാരമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. കേരളത്തിൻ്റെ മനസ്സ് കേരളം ഒറ്റക്കെട്ടായി നീങ്ങണമെന്ന് തന്നെയാണ്. ആ നിലയ്ക്കുള്ള നീക്കങ്ങളാണ് നടന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഡൽഹിയിൽ നിന്നുള്ള ആ ഒരു ആളെ രക്ഷിക്കാൻ വേണ്ടി കേരളം ഒറ്റക്കെട്ടായി നീങ്ങുന്നത് നമ്മൾ കണ്ടതാണ്. അതാണ് റിയൽ കേരള സ്റ്റോറി. അതെ. ഈ അങ്ങയോട് കാണുമ്പോൾ ചോദിക്കണം വിചാരിച്ചാണ്. നേരത്തെ കോട്ടയത്തൊക്കെ വാർത്താ സമ്മേളനം നടത്തുമ്പോൾ താങ്കൾ പറഞ്ഞിട്ടുള്ള ഈ വന്യമൃഗ ശല്യത്തിനെതിരെ ഈ കാടിനുള്ളിൽ എന്ത് ചെയ്യണമെന്ന് ഒരുപാട് അഭിപ്രായങ്ങളും പ്രപ്പോസലും ഒക്കെ. എന്തുകൊണ്ടാണ് ഇത് നടക്കാതെ പോകുന്നത്? ഇതിപ്പോ നമ്മുടെ ഈ മേഖലയെ ആകെ വലിയ രൂക്ഷമായി ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയാണ്. ഈ പ്ലാവ് വെച്ചുപിടിപ്പിക്കുന്ന പോലുള്ള ഐഡിയാസ് ഒക്കെ താങ്കൾ പറയാറുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു സൊല്യൂഷൻ തന്നെയാണോ? എന്താണ്? അല്ല, അത് ഞാൻ നിയമസഭയിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. കാട്ടില് മൃഗങ്ങൾക്ക് കുടിക്കാൻ വെള്ളം ഉണ്ടാകണം, ഭക്ഷണം ഉണ്ടാകണം. അതെല്ലാം സുലഭമാക്കാനുള്ള ഉത്തരവാദിത്വം വനം വകുപ്പിനുമുണ്ട്. അതിനൊക്കെയുള്ള പ്രവർത്തനം മുൻതൂക്കം കൊടുത്ത് പോകണം തന്നെയാണ്. ഈ ഒരു കാര്യം കൂടി, ഈ ക്രൈസ്തവ വിഭാഗങ്ങൾക്കിടയിലെ മറ്റ് വിഷയങ്ങൾ, അതൊന്നും തെരഞ്ഞെടുപ്പിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നും വരില്ല? ഒരിക്കലും ഇല്ല. എന്തായാലും ആകെ 20 സീറ്റിൽ 20-20 എന്നുള്ളതാണ് UDFിന്റെ അവകാശമാണ്. ഇടുക്കിയിലും നല്ല ഭൂരിപക്ഷത്തിന് ഡീൻ കുര്യാക്കോസ് ഇടുക്കിയും ഗംഭീരമായിട്ട് ചെയ്യും. പ്രവർത്തനങ്ങളിൽ സജീവമായിട്ടുണ്ടല്ലേ ഇവിടെ? എന്തായാലും അതാണ് PJ ജോസഫ് പറയുന്നത്. കൃത്യമായി, അതായത് കേരളത്തിൽ മറ്റൊരു ഭീഷണിയും BJPയുടെ ഉൾപ്പെടെ ഒരു ഭീഷണിയും ഫലം കാണില്ല. അതായത് അതൊന്നും ഒരു ഭീഷണിയേ അല്ല എന്നുകൂടി PJ ജോസഫ് പറയുകയാണ്. തൊടുപുഴയിൽ നിന്ന് G ശ്രീജിത്ത്, ന്യൂസ് 18. തെരഞ്ഞെടുപ്പിൽ ഫ്രാൻസിസ് ജോർജിനെ വോട്ട് ചെയ്യില്ല എന്ന് സജി മഞ്ഞക്കടമ്പിൽ. ഇടതുമുന്നണിക്കോ BJPക്കോ വോട്ട് ചെയ്യുന്ന കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കും. ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പണമുണ്ടാക്കാനാണെന്നും സജി ആരോപിച്ചു. മോൻസ് ജോസഫ് സജി മഞ്ഞക്കടമ്പിൽ തർക്കം പല നിലയിലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം മോൻസ് ജോസഫ് പറഞ്ഞത് സജിക്ക് സീറ്റ് നൽകാൻ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ആണല്ലോ, ഇതൊരു തദ്ദേശ തെരഞ്ഞെടുപ്പൊന്നും അല്ലല്ലോ എന്നാണ് മോൻസ് ചോദിക്കുന്നത്. സജി എന്നോടൊപ്പം ഉണ്ട്. എന്താണ് ഇത്തരം പ്രസ്താവനകളെ എങ്ങനെയാണ് കാണുന്നത്? ഞാനതിനെ മോൻസിൻ്റെ അഹങ്കാരത്തിൻ്റെ മറ്റൊരു മുഖമായി കാണുന്നു. എനിക്ക് പഞ്ചായത്ത് മത്സരിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ 2000 ഞാൻ കരൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റും 2005 ലാലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും പിന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിട്ട് ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതാണ്. ഒരു പഞ്ചായത്ത് മെമ്പർ, ഒരു ബാങ്ക് മെമ്പർ പോലും ആകാതെ മാണിസാറിൻ്റെ അല്ലെങ്കിൽ മാണിസാറ് ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അന്ന് ഒരു സ്ഥാനാർത്ഥിയെ അവിടെ കടുത്തുരുത്തിയിൽ മത്സരിപ്പിച്ചതിൻ്റെ പേരിൽ ലോട്ടറി അടിച്ച് അല്ലെങ്കിൽ ഈ പറഞ്ഞ അബദ്ധത്തിൽ MLA ആയി പോയ മോൻസ്, അദ്ദേഹത്തിന് പിന്നെ ജോസഫ് സാറിന് ഒരു കേസ് വന്നു. ആ കേസ് വന്നപ്പം അതിനുശേഷം കുരുളാഞ്ചേട്ടന് കേസ് വന്നു. അതിനൊക്കെ പിറയിൽ ആരാന്ന് ജോസഫ് സാറിനും കുരുളാഞ്ചേട്ടനും അറിയാമായിരിക്കും. അതിൽ ആ കേസും വന്ന് അദ്ദേഹം രാജിവെച്ചപ്പോൾ അബദ്ധത്തിലൊന്ന് മന്ത്രിയായി ഇച്ചിരി പണം ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ അഹന്തയൊന്നും മിസ്റ്റർ മോൻസ് ജോസഫ് ഇനിയെങ്കിലും ഇറക്കാതിരിക്കൂ. ഞാൻ ഈ മുന്നണി വിട്ട് നിങ്ങളുടെ പീഡനം മൂലമാണ്. ഇനിയും എന്നെ ആക്ഷേപിക്കാൻ വരാതിരിക്കാനെങ്കിലും നിങ്ങൾ ശ്രമിക്കുക. ഈ പണം ഉണ്ടാക്കി മന്ത്രിയായപ്പോൾ എന്ന് പറഞ്ഞാൽ അത് കൃത്യമായ അഴിമതി എന്നുള്ളതാണോ? താങ്കൾ അങ്ങനെയാണോ പറയുകയാണോ? അല്ല, ആയിരിക്കുമല്ലോ. അദ്ദേഹത്തിൻ്റെ ആസ്തിയൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരുന്നു.
അദ്ദേഹത്തിനെ കുറിച്ചും അവിടെ അന്വേഷിച്ചാൽ അറിയാം. അപ്പോൾ അദ്ദേഹം വലിയ ധനവാനാണെന്നാണ് പറയപ്പെടുന്നത്. ആയിരിക്കുമല്ലോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഒന്നുകിൽ ഒരു ആരോപണം പറയാം, അല്ലെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം വികസനത്തോടൊപ്പം അദ്ദേഹം സാമ്പത്തികം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടായി. അതിൻ്റെ അഹന്തയാണ് ഇന്ന് അദ്ദേഹം ഇന്ന് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതായാലും അത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു പൊതുപ്രവർത്തകനായിരുന്നെങ്കിൽ, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും ജില്ലാ പഞ്ചായത്ത് മെമ്പറുമായിരുന്നെങ്കിൽ ഞാൻ ഒരു അഴിമതി നടത്താൻ പോയിട്ടില്ല, ഞാൻ പണം സമ്പാദിക്കാൻ പോയിട്ടില്ല. നിങ്ങൾ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചാൽ മതി. അവിടെ മാനസാറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ നാടിൻ്റെ വികസനത്തിൽ ഞാൻ ഈ ത്രിതല പഞ്ചായത്തിൽ നിന്ന സമയത്ത് മികച്ച നിലയിൽ അവിടെ വികസന പ്രവർത്തനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞാൻ നാട് നന്നാക്കാൻ, നാട് വികസിക്കട്ടെ എന്ന് ആഗ്രഹിച്ചു, നാട് വികസിപ്പിച്ചു, ഞാൻ വികസിക്കാനായിട്ട് ആഗ്രഹിച്ചിട്ടില്ല. പിന്നെ നമ്മുടെ ഫ്രാൻസിസ് ജോർജ് അദ്ദേഹം ഇന്നലെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു. അദ്ദേഹത്തിന് പറയേണ്ട കാര്യമില്ല. അദ്ദേഹം പറഞ്ഞു അദ്ദേഹം UDF എല്ലാ സ്ഥാനങ്ങളും എനിക്ക് തന്നു. ഞാൻ ചോദിക്കട്ടെ, ഞാൻ കോട്ടയം കേരള കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് ആയിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ കേരള കോൺഗ്രസിൻ്റെ ചെയർമാനാണ്. ഞാൻ അതിനുശേഷം UDF ജില്ലാ ചെയർമാൻ ആകുമ്പോൾ അദ്ദേഹം ജനാധിപത്യ കേരള കോൺഗ്രസിലാണ്. അവിടെ മറ്റൊരു പാർട്ടിയിൽ നിന്ന് വന്നിച്ച് ഇപ്പോൾ പറയുക സജി മഞ്ഞക്കടമ്പ UDF എല്ലാ സ്ഥാനങ്ങളും കൊടുത്തുന്നത്. ആർക്കാ കിട്ടിയ യഥാർത്ഥത്തിൽ? പലവട്ടം അല്ലെങ്കിൽ കാലുമാറി വന്ന ഫ്രാൻസിസ് ജോർജിന് അദ്ദേഹത്തിന് വന്നതേ ഇടുക്കി സീറ്റ് ലഭിച്ചു. ഞാനൊന്നും ഈ പാർട്ടിക്ക് വേണ്ടി ജോസഫ് സാറിനൊപ്പം നിന്ന് പാലായിൽ നിന്ന് പോരാടി എനിക്ക് ആ തെരഞ്ഞെടുപ്പിൽ പോലും എനിക്ക് സീറ്റ് കിട്ടിയില്ല. ഏറ്റുമാനൂരിലേക്ക് മോൻസിൻ്റെ സ്പോൺസറായിട്ട് പ്രിൻസ് ലൂക്കോസിനെ ഇറക്കി എന്നും എന്നെ മാറ്റി നിർത്തിയത്. ഇതിൻ്റെ എല്ലാ സ്ഥാനങ്ങളും തന്നു എന്ന് പറയാൻ ഫ്രാൻസിസ് ജോർജ് എന്താ അവകാശം? ഞാൻ പറഞ്ഞു അദ്ദേഹത്തിൻ്റെ നോമിനേഷൻ കൊടുക്കുന്ന സമയത്ത് പോലും എനിക്ക് കയറാൻ അവസരം നൽകിയില്ല. ഇവിടെ ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനറും ചെയർമാനും സ്വാഭാവികം DCC പ്രസിഡന്റും കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റുമാണ് ആകേണ്ടത്. അത് ആക്കിയില്ല. അവിടെ നമ്മൾ പരിഗണിച്ചില്ല. അപ്പോൾ എല്ലാ തരത്തിലും മോൻസ് ജോസഫ് പറയുന്ന രീതിയിൽ അദ്ദേഹം അങ്ങ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നോമിനേഷൻ കൊടുക്കുന്ന ദിവസം പാർട്ടി ജില്ലാ പ്രസിഡന്റോടെ കാണണമെന്ന് പോലും പറയാനുള്ള മര്യാദ കാണിക്കാത്ത ഫ്രാൻസിസ് ജോർജ്, ഞാൻ പറഞ്ഞില്ല, അദ്ദേഹം അക്ഷരാർത്ഥത്തിലൊരു മത്സര തൊഴിലാളിയാണ്. UDF ആണെങ്കിലും വേണ്ട, LDF ആണെങ്കിലും വേണ്ട, എവിടെയാണോ അദ്ദേഹത്തിന് മത്സരിക്കണം, എല്ലാ കാലത്തും മത്സരിക്കണം. ഇടുക്കിയിലെ അദ്ദേഹത്തോടൊപ്പം പ്രചരണത്തിൽ ഉണ്ടായിരുന്ന ആളുകളോട് പറഞ്ഞത് മഞ്ഞക്കടമ്പ ഫ്രാൻസിസ് ജോർജിനെ കുറിച്ച് എനിക്കിത് പറയാനുള്ളത്, അദ്ദേഹം എല്ലാ തെരഞ്ഞെടുപ്പിലും മത്സരിക്കും, അവിടുത്തെ പാവപ്പെട്ട പ്രവർത്തകരുടെ പണം പോവും, അദ്ദേഹം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അദ്ദേഹം മീതി പൈസ ആയിട്ട് അദ്ദേഹം വീട്ടിലേക്ക് പോകുന്ന ഒരാളാണെന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ പേരെനിക്ക് വെളിപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെയുള്ള പൈസ സമ്പാദനത്തിന് വേണ്ടിയാണോ തെരഞ്ഞെടുപ്പ്? അതാണോ താങ്കൾ പറയുന്നത്? അത് തന്നെയായിരിക്കുമല്ലോ. 100% ഓരോ പ്രാവശ്യവും ഓരോ മുന്നണി മാറി അദ്ദേഹം മത്സരിക്കുക. എല്ലാ തെരഞ്ഞെടുപ്പും അദ്ദേഹം മത്സരിക്കണം. ജയിക്കണമെന്നുള്ളതല്ല അദ്ദേഹത്തിന് വിഷയം. ജയവും തോൽവിയൊന്നും അദ്ദേഹത്തിന് വിഷയമില്ല. മത്സരിച്ചാൽ മതി. മത്സരിക്കുമ്പോൾ ഒരു ഗുണമുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ആ ഗുണം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള മത്സരമായിട്ടാണ് ഞാനിപ്പോൾ കാണുന്നത്. അദ്ദേഹം അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജ് എന്നെ രാഷ്ട്രീയം പഠിപ്പിക്കാൻ വരേണ്ട. ഈ ഒരു കാര്യം, അങ്ങനെയുള്ള ഫ്രാൻസിസ് ജോർജിന് ഇനി പിന്തുണയ്ക്കാനാകുമോ? ഇപ്പോൾ മറ്റ് രണ്ട് മുന്നണികൾ അപ്പുറത്തുണ്ട്. ഈ ഫ്രാൻസിസ് ജോർജ് വിരുദ്ധ നിലയിലേക്കാണോ, വോട്ട് എന്ന നിലയിലേക്കാണോ സജി പോകുന്നത്? അല്ല, ഞാനല്ലോ ഫ്രാൻസിസ് ജോർജ് ഇവിടെ മോൻസ് ജോസഫിൻ്റെ പീഡനം വളരെ ക്രൂരമായ പീഡനം നേരത്തെ ഉണ്ടായിരുന്നു, ഇപ്പോഴും അത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഫ്രാൻസിസ് ജോർജ് തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും മോൻസ് ജോസഫ് എന്നോട് അല്ലെങ്കിൽ എന്നെ അടുപ്പിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ അദ്ദേഹമെങ്കിലും അതിന് നേതൃത്വം കൊടുക്കണ്ടായിരുന്നോ? ആ സ്ഥാനാർത്ഥി ഞാൻ പറഞ്ഞു, ഇവിടെ ഇറങ്ങിയ സമയത്ത് ആദ്യം അദ്ദേഹത്തോടൊപ്പം ഞാൻ ഉണ്ടായിരുന്നു. നിങ്ങളൊക്കെ കണ്ടതാണല്ലോ. ഇവിടെ മാധ്യമ സ്ഥാപനങ്ങൾ കയറാൻ അല്ലെങ്കിൽ മറ്റ് പൊതുസ്ഥാനങ്ങളിലെല്ലാം ഞാൻ ഉണ്ടായിരുന്നു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഫ്രാൻസിസ് ജോർജ് വിളിക്കും. ചരിത്രം നമ്മൾ കേട്ടതാണ്, അതുകൊണ്ട് ചോദിക്കുന്നത്. ഇനി ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാൻ സജി മഞ്ഞക്കടമ്പിലാകും? ഇല്ല, ഫ്രാൻസിസ് ജോർജിനെ പിന്തുണയ്ക്കാനോ ഫ്രാൻസിസ് ജോർജ് വോട്ട് ചെയ്യാനോ ഞാനില്ല. കാരണം അത് ഞാൻ പറഞ്ഞല്ലോ, മോൻസ് ജോസഫും ഉള്ള മുന്നണിയിൽ പ്രവർത്തിക്കുന്നില്ല, പാർട്ടിയിൽ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഒരിക്കലും ഫ്രാൻസിസ് ജോർജിനെ വിജയിപ്പിക്കാനായിട്ട് ഇനി പക്ഷേ ഞാൻ ആദ്യ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് പകുതി വരെയും വളരെ സജീവമായി ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ, അല്ലെങ്കിൽ എൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ച് നോക്കും, അവിടെ എല്ലാം ഞാൻ തന്നെ ചുവരെഴുതിച്ചതാണ്. അത് നമ്മൾ കേട്ടിരുന്നതാണ്. ഞാൻ ചോദിക്കുന്നത്, അതുകൊണ്ട് ഇനി ഇടത് അല്ലെങ്കിൽ NDA ഈ രണ്ട് മുന്നണികൾക്കായിരിക്കും പിന്തുണ? ഏതായാലും ഫ്രാൻസിസ് ജോർജിന് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി ആർക്ക് വേണ്ടി പ്രവർത്തിക്കണം എന്നുള്ളത് ഞാൻ പറഞ്ഞല്ലോ, ഒരു 15-ാം തീയതി 18-ാം തീയതിയോടുകൂടിയൊക്കെ ഞാൻ പ്രവർത്തിക്കില്ല. ആർക്ക് നമ്മൾ വോട്ട് അല്ലെങ്കിൽ നമ്മുടെ പിന്തുണ കൊടുക്കും എന്നുള്ളത്. മറ്റ് രണ്ട് മുന്നണികളും പരിഗണനയിലുണ്ട് അല്ലേ? അല്ല, തീർച്ചയായിട്ടും ഇവരെല്ലാം നമ്മളെ സമീപിച്ചിട്ടുണ്ട്. അവിടെ ഇപ്പോൾ UDFിലേക്ക് തിരിച്ചു വരുന്നുള്ളൊരു ഓപ്ഷനും പറഞ്ഞു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രയുമേറെ എന്നെ അപമാനിച്ച സ്ഥിതിക്ക്, ഞാൻ പറഞ്ഞു, UDF ജില്ലാ ചെയർമാൻ ആയിരിക്കുന്ന എനിക്ക് ഈ തരത്തിൽ ഒരു തരത്തിൽ നമ്മളെ പ്രവർത്തിപ്പിക്കില്ല എന്ന് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഇനി നാളെ നടക്കാൻ പോകുന്നത് എന്താണെന്ന് എനിക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യവും എനിക്ക് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നു. ഈ NDA പരിഗണനയിലുണ്ടല്ലേ? അല്ല, ഞാൻ പറഞ്ഞോ, ഏത് പരിഗണന എന്നുള്ളതല്ല, നമ്മൾക്ക് എല്ലാ മുന്നണിയിലും പെട്ട ആളുകൾ നമ്മളോട് സ്വാഭാവികമായിട്ടും ആ മുന്നണിയിലേക്ക് കടന്നു വരുന്നതിനുള്ള വേണ്ടെന്ന് വെച്ചിട്ടില്ലല്ലോ. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല. എന്താണ് തീരുമാനിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഒന്നും വേണ്ടെന്ന് വെച്ചിട്ടില്ല, എന്താണ് തീരുമാനിച്ചിട്ടില്ല. എന്തായാലും ഒരു കാര്യം വ്യക്തമാണ്, ഫ്രാൻസിസ് ജോർജിനായിരിക്കില്ല വോട്ട് എന്ന് സജി കൃത്യമായി പറയുകയാണ്. വരും ദിവസങ്ങളിൽ NDAക്കോ LDFനോ വോട്ട് എന്നുള്ളത് സജി വരും ദിവസങ്ങളിൽ പ്രഖ്യാപിക്കുകയും ചെയ്യും. കോട്ടയത്ത് നിന്ന് G. ശ്രീജിത്ത്, News 18.
അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കിടയിൽ വിശ്വാസം നേടിയെടുക്കാൻ നരേന്ദ്രമോദിക്ക് കഴിഞ്ഞിട്ടുണ്ടെന്നും അത് വോട്ടായി മാറുമെന്നും എറണാകുളത്തെ NDA സ്ഥാനാർത്ഥി ഡോക്ടർ KS രാധാകൃഷ്ണൻ. എറണാകുളത്ത് മികച്ച വിജയം നേടിയെടുക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറഞ്ഞു. ഡാനിപ്പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഈ ദിവസം ഇന്ന് വിഷു ദിവസങ്ങളിൽ പൊതുവെ സ്ഥാനാർത്ഥികൾ വലിയ രീതിയിലൊരു പ്രചാരണ പരിപാടികളിലേക്ക് പോകുന്നില്ലെങ്കിലും ചില സന്ദർശനങ്ങൾ കാര്യങ്ങളെല്ലാമായിട്ട് അവർ വ്യാപൃതരാണ്. നമ്മൾ ഈ നഗരത്തിൽ കൊച്ചി നഗരത്തിലിടയ്ക്ക് അദ്ദേഹത്തെ BJP സ്ഥാനാർത്ഥി NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ KS രാധാകൃഷ്ണൻ കണ്ടുകിട്ടുന്നത് അദ്ദേഹം ഇവിടെ അടുത്ത് ഉണ്ട് എന്ന് അറിഞ്ഞെത്തുമ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു പുസ്തകം അതോടൊപ്പം വഴിയോര വിൽപ്പനശാലയിൽ അദ്ദേഹം ഇവിടെ നിൽക്കുന്നത് കണ്ട് ഇറങ്ങുവാണ്. സാർ, ഇന്ന് വലിയ തിരക്കില്ലാത്തതുകൊണ്ടാണോ ഈ രീതിയിൽ? അല്ലല്ലല്ല, നല്ല തിരക്കാണ്. കാരണം ഞാൻ ഇന്ന് 7 മണിക്ക് എന്റെ സ്വന്തം ബൂത്തിലാണ് ഇന്ന് എല്ലാവരും. സംസ്ഥാന പ്രസിഡന്റ് മുതലുള്ള എല്ലാ ഭാരവാഹികളും സ്ഥാനാർത്ഥികളും ഒക്കെ സ്വന്തം ബൂത്തിൽ വർക്ക് ചെയ്യണം എന്നായിരുന്നു ഞങ്ങളുടെ പാർട്ടിയുടെ തീരുമാനം. അപ്പൊ അതനുസരിച്ച് ഞാൻ എന്റെ ചേരാനല്ലൂർ പഞ്ചായത്തിലെ ചിറ്റൂര് 15-ാം ബൂത്തിൽ ഇറങ്ങി അവിടെ ഒരു 2 മണിക്കൂർ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ദേശത്തിന്റെ നാഥൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചിറ്റൂരപ്പന് പോയി കണ്ട് ചിറ്റൂരപ്പനുമായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ അപ്പോൾ അവിടെ കുറേ പേരുണ്ടായിരുന്നു, അവരെയൊക്കെ കണ്ട് അത് കഴിഞ്ഞ് ഇനി കുറേ പേരെ ഇന്ന് കാണാനുണ്ട്. കുറേ കീ വോട്ടേഴ്സ് എന്നൊക്കെ പറയുന്ന കുറേ പ്രമുഖർ എന്നൊക്കെ പറയുന്നവർ. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ വരണം. അപ്പോൾ അവരവിടെ വന്നു കഴിഞ്ഞാലേ എനിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോഴാണ് മാതൃഭൂമിയുടെ വിഷുപ്പതിപ്പ് ഇറങ്ങി എന്നുള്ള കാര്യം കണ്ടപ്പോൾ പഴയ ഓർമ്മ വെച്ച് അതൊന്ന് നോക്കിയതാണ്. കാരണം എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ ആരംഭിക്കുമ്പോൾ ഈ മാതൃഭൂമി വിഷുപ്പതിപ്പ് വലിയ സംഭവമായിരുന്നു. അപ്പൊ അത് കാരണം ഇപ്പോഴെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാലും വിഷുപ്പതിപ്പ് നോക്കിപ്പോകും. നൊസ്റ്റാൾജി എന്ന് വെച്ചാൽ വിഷുപ്പതിപ്പ് കണ്ടു കഴിഞ്ഞാലേ വായിച്ചു പോകും. കാരണം പുതിയ പിള്ളേര്, പുതിയ കുട്ടികൾ, പുതിയ എഴുത്തുകാര് അവരെങ്ങനെ ജീവിതത്തെ കാണുന്നു എന്നുള്ള കാര്യം നമുക്ക് വിഷുപ്പതിപ്പിൽ നിന്നായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അപ്പോഴാണ് ഞാനിത് കണ്ടത്. അങ്ങനെ കണ്ടപ്പോ ഇങ്ങോട്ട് കയറിയതാണ്. ആ വഴി കണ്ട് കയറിയതാ. അപ്പൊ ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ സാറ് പറഞ്ഞിട്ടുണ്ട്, ഈ പഴയ മാസ്റ്റേഴ്സിന്റെ പ്രത്യേകിച്ച് വലിയ എഴുത്തുകാർ അതെല്ലാം വീണ്ടും വീണ്ടും വായിക്കുന്നത് എന്റെ ഒരു രീതി അതാണെന്ന് പറഞ്ഞു. അത് തന്നെ അങ്ങനെ തന്നെയാണ്. ഞാൻ അങ്ങനെ ഈ പുതിയ എത്ര പുതിയ എഴുത്തുകാർ വന്ന ഉടനെ തന്നെ ബാക്കി പഴയതൊക്കെ വിട്ട് പുതിയ എനിക്ക് എന്നെ രസിപ്പിച്ചിട്ടുള്ള കൃതികൾ വീണ്ടും 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 വായിച്ചുകൊണ്ടിരിക്കും. അതാണ് എന്റെ ഒരു രീതി. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്കൊന്ന് വരികയാണെങ്കിലേ അവസാന ലാപ്പിലേക്ക് എത്തുന്നത് നീ ഏതാണ്ട് കൃത്യം ഒരു 12 ദിവസം ഉണ്ടല്ലോ. എന്താണ് ഫീൽഡിൽ നിന്നുള്ള ഒരു ഫീഡ്ബാക്ക്? അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഉടനെ വേഗം എല്ലാ സ്ഥാനാർത്ഥികളും പറയുന്ന രീതിയിലാണെന്ന്. അങ്ങനെയല്ല, ഞാൻ ജയിക്കും. അത്രമേലൊരു ആത്മബന്ധവും ഹൃദയടുപ്പൊക്കെ നഗരത്തോടുണ്ടെന്ന് നമുക്കറിയാം. എങ്ങനെയാണ് രാഷ്ട്രീയ മോദിക്ക് അനുകൂലമായ ഒരു ട്രെൻഡ് ഉണ്ട്. മോദിക്ക് അനുകൂലമാണ്. ആ ട്രെൻഡ് മോദിക്ക് അനുകൂലമായിട്ടുള്ളവര് വലിയ പ്രമാണിമാരെ ഞാൻ കണ്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് മീൻ കച്ചവടക്കാര്, പച്ചക്കറി കച്ചവടക്കാര്, ചെറിയ പെട്ടിക്കടകൾ വെട്ടി ചായ വിൽക്കുന്നവര്, പിന്നെ അതുപോലെ നമ്മുടെ ഇതിന്റെയൊക്കെ എന്താണ് ഈ നാട്ടിൻപുറങ്ങളിൽ ചെറിയ പണിയെടുക്കുന്നവര്, പെട്രോൾ ബങ്കിൽ പെട്രോൾ ഒഴിച്ചു കൊടുക്കുന്നവര്, അടിസ്ഥാന വർഗം എന്ന് കമ്മ്യൂണിസ്റ്റുകാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അടിസ്ഥാന വർഗം, അവര് ഇപ്പോഴ് മോദിക്ക് അനുകൂലമാണ്. Political Grand Finale, co-presented by Berger Paints, 100 Years of Trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBISലൂടെ റബ്ബറിന്റെ മണമുള്ള കോട്ടയം, കേരള കോൺഗ്രസുകളുടെ വിളക്കൂടി. കോട്ടയത്തെ പോരാട്ടത്തിൽ നമുക്ക് LDF UDF പോരാട്ടത്തിനപ്പുറത്തേക്ക് 2 കേരള കോൺഗ്രസുകൾ തമ്മിലുള്ള അഭിമാന പോരാട്ടം എന്ന നിലയിൽ കൂടി കാണേണ്ടി വരും. കേരളത്തിലെ ഗ്രൂപ്പില്ലാത്ത പാർട്ടിയാ ജോസ് കെ മാണിയുടെ പാർട്ടി. ഞാൻ ഈ ബുക്ക് എടുക്കാം. ഈ ബുക്ക് 1480 കോടി രൂപ
നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു കേന്ദ്ര പദ്ധതി പോലും കൊടുക്കാതെ അസത്യമല്ലേ ഈ പുസ്തകത്തിൽ അടിച്ചു വെച്ചിരിക്കുന്നത്? എന്തിനാ ഞങ്ങൾക്ക് ഇങ്ങനെ ഗതികെട്ട് ഒരു MBA തരുന്നത്? ഇത്ര അപകാസ്യമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തരുത്. ദേശീയപാത പോയി നോക്ക്. ദേശീയപാതയുടെ വികസനം നിങ്ങളത് പോയി നോക്ക്. എന്റെ കേരള കോൺഗ്രസുകാരെ ആത്മാഭിമാനമുണ്ടെങ്കിൽ രാജിവെച്ച് UDF-ലോട്ട് വാ. ഈ രാജിവെച്ച് ഞങ്ങള് അങ്ങോട്ട് വരാൻ അവിടെ ആത്മാഭിമാനമുള്ള ആരാ ഉള്ളത്? Goda, co-presented by Berger Paints, 100 years of trust, powered by ICL FinCorp. ICL FinCorp, the intelligent choice. Educational partner, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വടകരയിൽ RMP പ്രവർത്തകർക്ക് നേരെ ആക്രമണം. പരിക്കേറ്റ 2 പേരെ വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അഴിയൂരിൽ ഇന്നലെ രാത്രി 10 മണിയോടുകൂടിയാണ് ആക്രമണമുണ്ടായത്. 20ഓളം പേരടങ്ങുന്ന സംഘമാണ് അഴിയൂർ ചിറയിൻ പീടികയിൽ വെച്ച് ആക്രമിച്ചതെന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. RMP അഴിയൂർ മേഖലാ പ്രസിഡന്റ് റോഷിൻ KK, മേഖലാ കമ്മിറ്റി അംഗം രതുൻ എന്നിവർക്കാണ് പരിക്കേറ്റത്. റോഷിന് തലയ്ക്കും കൈക്കുമാണ് പരിക്ക്. രതുന്റെ മൂക്കിന്റെ അസ്ഥിക്ക് പൊട്ടലുണ്ട്. UDF സ്ഥാനാർത്ഥി ഷാഫിയുടെ പോസ്റ്ററുകൾ കെട്ടി പ്രചരണം നടത്തി മടങ്ങുമ്പോഴാണ് ആക്രമണം. മറ്റൊരു കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതിയുടെ നേതൃത്വത്തിലാണ് ആക്രമണമെന്നാണ് പരിക്കേറ്റവർ പറയുന്നത്. ഇവർ CPM പ്രവർത്തകരാണെന്നും പരിക്കേറ്റവർ പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശിച്ച ആയിരങ്ങൾ. പുലർച്ചെ 2:45 മുതൽ 3:42 വരെയായിരുന്നു വിഷുക്കണി ദർശനം. 3:42-ന് നിർമ്മാല്യ ദർശനമായിരുന്നു. തുടർന്ന് പതിവ് പൂജകൾ നടന്നു. വിഷുദിനമായ ഇന്ന് ഭഗവതി വാതിലും പടിഞ്ഞാറെ ഗോപുരവാതിലും 3:15-നാണ് തുറന്നത്. വിഷുവിന് കണ്ണനെ കാണാൻ വലിയ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ശബരിമല അയ്യപ്പ സന്നിധാനത്തിൽ വിഷുക്കണി ദർശനത്തിന് വൻ തിരക്ക്. പുലർച്ചെ 4 മണിക്ക് നട തുറന്ന് ശ്രീകോവിൽ വിളക്കുകൾ തെളിയിച്ച ആദ്യം അയ്യപ്പസ്വാമി വിഷുക്കണി കാണിച്ചു. പിന്നീട് ഭക്തർക്ക് വിഷുക്കണി ദർശനത്തിനായി നട തുറന്നു. തന്ത്രിയും മേൽശാന്തിയും ഭക്തർക്ക് കൈനീട്ടവും നൽകി. 4 മണി മുതൽ 7 മണി വരെയായിരുന്നു വിഷുക്കണി ദർശനം. ശേഷം പതിവ് അഭിഷേകവും ഉഷപൂജയും നെയ്യഭിഷേകവും നടക്കും. വൈകുന്നേരം 5 മണിക്ക് നട തുറന്ന് രാത്രി 10-ന് ഹരിവരാസനം പാടി നടയടയ്ക്കും. മറ്റു വാർത്തയിലേക്ക് വരുമ്പോൾ പൊന്നാനിയിൽ അടച്ചിട്ട വീട് കുത്തി തുറന്ന വൻ കവർച്ച. ലോക്കറിൽ സൂക്ഷിച്ച 350 പവൻ സ്വർണമാണ് കവർന്നത്. പൊന്നാനി ഐശ്വര്യ തിയേറ്ററിന് സമീപത്ത് മണൽത്തറയിൽ രാജീവിന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. കുടുംബത്തോടൊപ്പം ദുബായിൽ താമസിക്കുന്ന രാജീവും കുടുംബവും 2 ആഴ്ച മുൻപാണ് നാട്ടിൽ വന്നത്. ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ വീട് വൃത്തിയാക്കാനായി എത്തിയ ജോലിക്കാരിയാണ് വീടിന്റെ പുറകുവശത്തെ ഗ്രില്ല് പൊട്ടിച്ച നിലയിൽ കണ്ടത്. ഇടുക്കി അടിമാലിയിൽ വയോധികയുടെ മരണം കൊലപാതകം. കഴുത്തറുത്ത നിലയിലാണ് മൃതദേഹം കാണപ്പെട്ടത്. അടിമാലി ടൗണിന് സമീപം താമസിക്കുന്ന നെടുവേലി കിഴക്കേതിൽ ഫാത്തിമയാണ് ഇന്നലെ വൈകിട്ട് കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. മോഷണ ശ്രമത്തിനിടെയാണ് കൊലപാതകം നടന്നിട്ടുള്ളതെന്നാണ് പോലീസിന്റെ നിഗമനം. ഇന്നലെ വൈകിട്ട് 7 മണിയോടുകൂടിയായിരുന്നു കൊലപാതക വിവരം പുറത്തറിയുന്നത്. അടിമാലി ടൗണിന് സമീപത്താണ് ഫാത്തിമ മകനോടൊപ്പം താമസിച്ചിരുന്നത്. മകൻ ഇന്നലെ പകൽ പുറത്തു പോയിരുന്നു. വൈകിട്ട് 7 മണിയോടെ തിരികെ എത്തിയപ്പോഴാണ് വീടിനുള്ളിലെ മുറിയിൽ ഫാത്തിമ രക്തത്തിൽ പുരണ്ട് മരിച്ചു കിടക്കുന്നതായി കണ്ടത്. വീടിന്റെ വാതിൽ ചാരിട്ടിരിക്കുകയായിരുന്നു. യുവതികൾക്കിടയിൽ ട്രെൻഡിംഗ് ആയ കുർത്തികളെ എല്ലാ പ്രായക്കാർക്കും പ്രിയങ്കരമാക്കുക എന്ന ആശയവുമായി എൻ സ്റ്റൈൽ വിവിധ ഡിസൈനുകളും പാറ്റേണുകളുമാണ് എൻ സ്റ്റൈൽ അവതരിപ്പിക്കുന്നത്. എൻ സ്റ്റൈൽ തങ്ങളുടെ പുതിയ കുർത്തി കളക്ഷൻ പുറത്തിറക്കിയിരിക്കുന്നത്. ചലച്ചിത്ര താരങ്ങളായ മമത മോഹൻദാസ്, മമിത ബൈജു എന്നിവരാണ് എൻ സ്റ്റൈലിന്റെ ബ്രാൻഡ് അംബാസിഡർമാർ. എൻ സ്റ്റൈൽ കുർത്തീസ്, our style, our confidence. രാജ്യത്തെ ഏറ്റവും വിജയകരമായ ടെക്നോളജി സ്റ്റാർട്ടപ്പിനുള്ള ടൈംസ് ഗ്രൂപ്പിന്റെ പുരസ്കാരം ക്വാഡ് ടെക്നോളജീസിന്. ഡൽഹിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ നടനും വ്യവസായിയുമായ സുനിൽ ഷെട്ടിയിൽ നിന്ന് ക്വാഡ് ടെക്നോളജി സ്ഥാപക ഡയറക്ടർമാരായ പ്രേംനാഥ് പറയത്തും കിരൺ ജെയിംസും പുരസ്കാരം ഏറ്റുവാങ്ങി.
പ്രസിദ്ധമായ ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ദീപാലങ്കാര പന്തലിന്റെ കാൽനാട്ടൽ ചടങ്ങ് നടന്നു. കുട്ടൻകുളത്തിന് സമീപമാണ് ധനകാര്യ സ്ഥാപനമായ ICL ഫിൻകോർപ്പ് തന്നെയാണ് ഇത്തവണയും ദീപാലങ്കാരങ്ങൾ സമർപ്പിക്കുന്നത്. ICL ഫിൻകോർപ്പ് CMDയും ഇന്ത്യ ക്യൂബ ട്രേഡ് കമ്മീഷണറുമായ അഡ്വക്കേറ്റ് KG അനിൽകുമാർ, ഉമ അനിൽകുമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പകൽ വാർത്ത അവസാനിക്കുകയാണ്. അതിനു മുൻപ് സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6650, പവന് 53,200. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5560, പവന് 44,480. വെള്ളി ഗ്രാമിന് 89, കിലോയ്ക്ക് 89,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പകൽ വാർത്ത പൂർണ്ണമാവുകയാണ്. ഒരിക്കൽ കൂടി ന്യൂസ് 8ന്റെ എല്ലാ പ്രേക്ഷകർക്കും വിഷുവാശംസകൾ. കണിയൊരുക്കി